ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ മനോഹരമായൊരു മോട്ടിവേഷൻ സെഷൻ. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകം. പലതരമുണ്ട്. ഇപ്പോൾ 21st സെഞ്ചുറി സ്കിൽസ് എന്ന് പറഞ്ഞാൽ 25 സ്കിൽസിൻ്റെ ഒരു സെറ്റ് തന്നെ. അപ്പോൾ ഈ സ്കിൽ സെറ്റുകളെല്ലാം നമ്മളെ കൂടുതൽ പവർഫുൾ ആക്കി നിർത്താൻ സഹായിക്കും എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് സോഫ്റ്റ് സ്കില്ലിൻ്റെ ട്രെയിനിങ് വളരെ വളരെ കൂടുതലാണ്. ഒത്തിരി പേര് അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ ഇതുപോലത്തെ സോഫ്റ്റ് സ്കിൽസ് പഠിപ്പിക്കുന്ന ഒത്തിരിയും ഗ്രൂപ്പുകളും ടീച്ചേഴ്സും ട്രെയിനേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് മനോജ് സാറിൽ നമുക്ക് സോഫ്റ്റ് സ്കില്ലുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെൻറ്റ് പാർട്ട് അല്ലെങ്കിൽ ദ എൻഹാൻസിങ് ഇൻ്റർപേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്, അതിനുവേണ്ടി നമ്മൾ സഹായിക്കുന്ന ഈ സ്കില്ലുകളെ കുറിച്ച് അറിയാം. എല്ലാവരെയും സ്വാഗതം ചെയ്തു. അതോടൊപ്പം മനോജ് സാറിനെ. മനോജ് സാർ, Thank you, Sabu sir. Yet another good evening in the matinee free webinar. എല്ലാവർക്കും നമസ്കാരം. സാബു സാർ കൃത്യമായിട്ട് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ സ്കില്ലുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാബു സാറിൻ്റെ തന്നെ ഒരു 2 സെഷൻസ് ഒക്കെ വന്നിരുന്നു. കരിയർ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ ആണ് സാറ് അന്ന് സംസാരിച്ചതൊക്കെ. നല്ല സെഷനായിരുന്നു. ഞാൻ പലർക്കും അത് ഉപകാരപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ അതോടൊപ്പം തന്നെ കരിയർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചു സാറ്. ഏതുതരം കോഴ്സുകളുണ്ടായിരുന്നു, ഏതുതരം കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യണമെന്നൊക്കെ സാറ് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാനത് 1-2 ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുത്തിട്ട് പലരും അതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയും. വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് കുട്ടികൾക്ക് ചൂസ് ചെയ്യേണ്ട സബ്ജക്റ്റുകൾ ഏത് ലൈനിലാണ് പോകേണ്ടത്, അതൊക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ചു. അങ്ങനെ അതിനുശേഷം ഞാൻ ട്രെയിനിങ് ഞങ്ങളുടെ ഓർഗനൈസേഷനിലൊക്കെ ട്രെയിനിങ് അങ്ങനെ കണ്ടക്ട് ചെയ്യാറുണ്ട്, ഞങ്ങളുടെ ഇന്റേണൽ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ. സോ ആസ് പാർട്ട് ഓഫ് ദാറ്റ് വി വർ ഓൾസോ കണ്ടക്ടിങ് സോ മെനി കോഴ്സസ് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി ഓൾസോ. അപ്പം അങ്ങനെയാണ് ഈ നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ, സർട്ടിഫിക്കേഷൻസ് ഒക്കെ പോയിട്ട് ജോബിന് വരുമ്പോൾ പലർക്കും വേണ്ട സ്കില്ലുകളൊക്കെ ചിലപ്പം പ്രത്യേകിച്ച് തുടക്കത്തിൽ കുറവായിരിക്കും. ഇപ്പോൾ സാബു സാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ജോലിയിൽ മാത്രമല്ല, ഈവൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ ആണെങ്കിലും സോഫ്റ്റ് സ്കിൽസിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. പലതരത്തിലും പല രീതിയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഓരോ ദിവസവും അതിനുള്ള നമുക്ക് ആ സ്കില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളും കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടും ഒക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ പ്രൊഫഷണലി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഈ പറഞ്ഞ ഒരുപാട് ക്ലാസ്സുകൾ സാറ് സൂചിപ്പിച്ച പോലെ നടക്കുന്നുണ്ട്. കരിയർ ഡെവലപ്പ് ചെയ്യുന്നവർക്കും പുതിയതായിട്ട് എഡ്യൂക്കേഷനിലൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവർക്കും ഒക്കെ അങ്ങനെയുള്ള ക്ലാസ്സുകൾ വളരെ യൂസ്ഫുള്ളുമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ സോഫ്റ്റ് സ്കിൽസ് എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണലി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ദോസ് ഹു ആർ കമ്മിങ് ടു ദി ഓർഗനൈസേഷൻസ്. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പോലും ഒക്കെ പലപ്പോഴും പലരും പരാജയപ്പെടുന്ന ഒരു കാര്യം അതൊക്കെ തന്നെയാണ്. ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനിലായിരിക്കും. ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും ഒരുപക്ഷെ മനസ്സിലാകാതെ വന്നിട്ട് അങ്ങനെ ഇൻ്റർവ്യൂവിൽ പോലും പാസ്സാകാതെ വന്ന് ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ അതുപോലെ പല മേഖലകളിലും എടുത്തു നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ വളരെ അത്യാവശ്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിലൊക്കെ ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഇത്രമാത്രം മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഇപ്പോൾ കൂടി വരികയാണ്. എല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. കുട്ടികളൊക്കെ ആണെങ്കിലും വിദേശത്തൊക്കെ പോലും പോയി പഠിക്കാനുള്ള ഒരു കാലഘട്ടമാണല്ലോ. അപ്പം അതോടൊപ്പം തന്നെ ഈ സോഫ്റ്റ് സ്കിൽസും ഡെവലപ്പ് ചെയ്യണമെന്നുള്ളൊരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ വഴിക്ക് നമ്മളും ഇന്ന് ഇങ്ങനെയൊരു സാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ സ്ക്രീനൊന്ന് ഷെയർ ചെയ്തോട്ടെ സാർ.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റാണ് സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായ അതിൻ്റെ 1-2 സ്റ്റെപ്പുകൾ, അതിൻ്റെ വിവിധ വശങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു കോട്ടാണിത് ശരിക്കും പറഞ്ഞാൽ. ഷുവർ ഐ ആം ദാറ്റ് ദിസ് ഡേ വി ആർ മാസ്റ്റേഴ്സ് ഓഫ് അവർ ഫെയ്റ്റ്, that the task which has been set before us is not above our strengths, that its pangs and toils are not beyond my endurance. As long as we have faith in our own cause and an unconquerable will to win, victory will not be denied us. ഇതാണ് ഇതിൻ്റെ മലയാള ഒരു ട്രാൻസ്ലേഷൻ. നമ്മൾ നോക്കിയാൽ നമ്മുടെ ഭാവിയുടെ വിധികർത്താക്കൾ ഇന്ന് നാം ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞാണ്, നമുക്ക് മുന്നിൽ നിൽക്കുന്ന ചുമതല നമ്മുടെ ശക്തിക്ക് മീതെ അല്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ നമ്മുടെ ശക്തിക്ക് മീതെ അല്ല, അതിൻ്റെ വേദനകളും പരിശ്രമങ്ങളും നമ്മൾ സഹിക്കാവുന്നതിനപ്പുറവുമല്ല. നമ്മുടെ ലക്ഷ്യത്തിൽ അചഞ്ചലമായ വിശ്വാസവും ജയിക്കാനുള്ള ഇച്ഛാശക്തിയും നിലനിൽക്കുന്നിടത്തോളം വിജയം നമ്മെ വിട്ടുപോകില്ല. അപ്പോൾ വിജയത്തെക്കുറിച്ചാണ് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്. ഇതൊന്നും അപ്രാപ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രൊവൈഡഡ് നമുക്ക് ഒരു വിശ്വാസം വേണം, ഒരു ഇച്ഛാശക്തി വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ വിജയിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്നാണ് അദ്ദേഹം ഈ കോട്ടിൽ കൂടി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു കോട്ടോടുകൂടി എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഏതെല്ലാം പെർസ്പെക്റ്റീവിൽ കൂടിയാണ് നോക്കുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഒരു ഇൻ്റർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്തിനെ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നുന്നു എന്തൊക്കെയാണ് ഈ സോഫ്റ്റ് സ്കിൽസ് എന്നൊക്കെ നമുക്ക് ആദ്യമേ തോന്നാം. ഒരുപാട് സാറ് പറഞ്ഞു 21st സെഞ്ച്വറിയിൽ തന്നെയുള്ള സോഫ്റ്റ് സ്കിൽസ് ഒരുപാടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ ഇപ്പോൾ നടക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനും പോകുന്നത്. ഇപ്പോൾ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി സ്വാഭാവികമായിട്ട് ഹാർഡ് സ്കിൽസും ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമല്ലോ. ഹാർഡ് സ്കിൽസ് എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ അത് ടെക്നിക്കലാണ്. പലതും ടെക്നിക്കൽ സ്കിൽസ് വരാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കുന്നതൊക്കെ അങ്ങനെയുള്ള ടെക്നിക്കൽ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഈ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ സ്ലൈഡിൽ കൂടെ ഒരു പക്ഷേ പലതും കുറച്ച് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഹാർഡ് സ്കില്ലാണ്. അതിനെക്കുറിച്ച് നമ്മളിത് സംസാരിക്കുന്നില്ല. നോൺ ടെക്നിക്കൽ സ്കിൽസിനെ കുറിച്ചാണ്. അതാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ് സ്കില്ലിലേക്ക് പോകുമ്പോൾ കുറച്ച് റിസർച്ച് ഫാക്ടേഴ്സ് നമുക്ക് അതിന് മുന്നേ നോക്കാം. എന്തുകൊണ്ടാണ് ഈ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്മെൻറ്റിൻ്റെ സാധ്യതകൾ നമ്മൾ പരിശോധിക്കേണ്ടതെന്നുള്ളതാണ്. ഈ റിസർച്ച് കുറച്ച് 2-3 പോയിന്റ്സ് നമുക്ക് നോക്കാം. Harvard research shows that 85% of job success comes from soft skill. അതാണ് 85% തൊഴിൽ വിജയം സോഫ്റ്റ് സ്കില്ലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതായത് ജോലി കിട്ടിയാൽ തന്നെ 85% നമ്മൾ ജോബിൽ സക്സസ്ഫുൾ ആവുന്നത് സോഫ്റ്റ് സ്കിൽസ് നമുക്ക് ഉള്ളത് കൊണ്ടാണ് എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. നോട്ട് ടെക്നിക്കൽ സ്കിൽസ്, നോട്ട് സർട്ടിഫിക്കേഷൻ. നമുക്ക് എത്ര തരം ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടെങ്കിലും ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ സക്സസ്ഫുൾ ആവുന്നത് 85% ഓഫ് ദ ജോബ് സക്സസ് കംസ് ഫ്രം സോഫ്റ്റ് സ്കിൽ. അപ്പോൾ അതാണ് ഈ റിസർച്ച് സൂചിപ്പിക്കുന്നത്. ബട്ട് യുവർ എബിലിറ്റി ടു ലീഡ്, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് അഡാപ്റ്റ്. സോ ദാറ്റ് ഇസ് ദ മെയിൻ പോയിന്റ് ആക്ച്വലി. നമ്മുടെ കഴിവുകൾ എന്തിന് ലീഡ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് അഡാപ്റ്റ് ചെയ്യാനും നമുക്ക് അത് പൊരുത്തപ്പെടാനുമായിട്ടൊക്കെയുള്ള ആ എബിലിറ്റിയിൽ കൂടെയാണ് നമ്മൾ ഒരു ജോബിൽ നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. ഇതാണ് ഈ റിസർച്ച് ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കിയാൽ സോഫ്റ്റ് സ്കിൽസ്
refer to the non-technical and interpersonal qualities that influence how effectively you interact with others and manage yourself in various social contexts. അപ്പോൾ നമുക്കതാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നോൺ ടെക്നിക്കലാണ്, അങ്ങനെ സാങ്കേതികം എന്ന് വേണമെങ്കിൽ പറയാം, സാങ്കേതികം അല്ലാത്തതും എന്നാൽ ആശയവിനിമയം വേണ്ടതുമായ ഗുണങ്ങളാണ് നമ്മൾ ഈ സോഫ്റ്റ് സ്കില്ലിലൂടെ കൂടുതലും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരുമായി നമുക്ക് ഫലപ്രദമായിട്ട് സംസാരിക്കാനും വിവിധ സാമൂഹിക സാഹചര്യങ്ങളിലൊക്കെ നമ്മൾക്ക് ഇടപെടാനും ഒക്കെയുള്ള അതിനുള്ള പാലിക്കാനുള്ള കുറേ കഴിവിനെ സ്വാധീനിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് സ്കിൽ. അത് കമ്മ്യൂണിക്കേഷൻ ആകാം, ആശയവിനിമയം നമ്മൾ പറയുന്നത്, അതുപോലെ തന്നെ ടീം വർക്കാകാം, അഡാപ്റ്റബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു എബിലിറ്റി. പ്രത്യേകിച്ചും മാറ്റങ്ങൾ നമ്മൾ ഈ മാറ്റങ്ങൾ വരുമ്പോഴാണ് അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പുതിയ പുതിയ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ പ്രതിസന്ധികൾ വരുമ്പോഴും അതിനെയൊക്കെ പൊരുത്തപ്പെടാനായിട്ട് ഈ സോഫ്റ്റ് സ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്താൽ കുറേ അധികം നമുക്ക് അത് പൊരുത്തപ്പെടാൻ പറ്റും തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്, നമ്മുടെ വൈകാരിക ബുദ്ധി പലപ്പോഴും നമുക്ക് ഈ സോഫ്റ്റ് സ്കില്ലിൽ കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഒരുപാട് ഇപ്പോൾ ഈ പറഞ്ഞ തരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് ഒരു പ്രത്യേക സബ്ജക്റ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസ്. ഓക്കെ, നമ്മുടെ സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനും അതോടൊപ്പം തന്നെ അതിനെ നിയന്ത്രിക്കാനും കൂട്ടത്തിൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അടുത്തത് സോഫ്റ്റ് സ്കിൽ പറഞ്ഞ പ്രോബ്ലം സോൾവിങ്, ഹൗ വി ക്യാൻ സോൾവ് ദ പ്രോബ്ലം, എസ്പെഷ്യലി ഇൻ ക്രിട്ടിക്കൽ മാനേജ്മെൻറ്റിലൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെ അതിനെയൊക്കെ ഒഴിവാക്കാമെന്നും അതിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നും തരണം ചെയ്യാനുള്ള അതിനുള്ള ഒരു സമീപനമാണ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് വൈ ആർ സോഫ്റ്റ് സ്കിൽസ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് വിൽ ഹെൽപ്പ് us in developing career and professional growth, facilitates better teamwork, leadership and relationship building. പ്രത്യേകിച്ചും തൊഴിലും പ്രൊഫഷണലായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമാണ് സോഫ്റ്റ് സ്കിൽ. അത് എസ്പെഷ്യലി ഒരു ടീം വർക്കിലാകാം, നമുക്കാകാം ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വരും, പിന്നെ നമുക്ക് നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഇൻക്ലൂഡിങ് ദ ജോബ്. അപ്പോൾ അതിനകത്തൊക്കെ അതുകൊണ്ടാണ് ഈ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അതോടൊപ്പം തന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് തീർച്ചയായിട്ടും നമുക്ക് ഇത് സഹായിക്കും. സപ്പോർട്ട്സ് ഇഫക്റ്റീവ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ആൻഡ് അഡാപ്റ്റബിലിറ്റി ഇൻ ചേഞ്ചിങ് സിനാരിയോസ്. അപ്പോൾ വ്യക്തിപരമായ വളർച്ചയിൽ നമുക്ക് ഓഫ് കോഴ്സ് എല്ലാവരും ഈ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ജോബ് ഫ്രണ്ടിലൊക്കെ ഒരുപാട് സ്ട്രെസ് ആണ് പലപ്പോഴും പല ഓർഗനൈസേഷനിലൊക്കെ സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് പോലും ഉണ്ട് എംപ്ലോയീസിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ സ്ട്രെസ്സിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നും അതിൽ കൂടെ നമുക്ക് വ്യക്തിപരമായ ഒരു വളർച്ച എങ്ങനെ നേടാമെന്നും അതിനോടൊക്കെ പൊരുത്തപ്പെടാൻ അതിന് അഡാപ്റ്റബിലിറ്റി ഉണ്ട് ശരിക്കും പറയാം പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷണൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. എൻഹാൻസേഴ്സ് കമ്പനി സ്ട്രക്ചർ, കമ്പനി കൾച്ചർ, കൊളാബറേഷൻ ആൻഡ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി. നമുക്കറിയാമല്ലോ ഓരോ ഓർഗനൈസേഷനും അതിൻ്റേതായ ഒരു കൾച്ചർ ഉണ്ടാവും. നമ്മൾ പുതിയ ഒരു ജോബൊക്കെ ചെയ്യുമോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണെങ്കിൽ സോ ദർ ഇസ് എ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഈച്ച് ആൻഡ് എവറി കമ്പനി. അപ്പോൾ അതുമായിട്ടൊക്കെ ആ ഒരു കമ്പനിയുടെ സംസ്കാരം ഉണ്ടാവും. അതുമായിട്ട് എങ്ങനെ നമുക്ക് സഹകരിച്ചു പോകാം, അങ്ങനെ സഹകരിച്ചു പോയാൽ തന്നെ നമുക്ക് അവിടെയുള്ള ഉയർച്ചകൾ എന്താണ്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്താണ്, അതിനെയൊക്കെയാണ് ഓർഗനൈസേഷണൽ ഇമ്പാക്റ്റ് കൊണ്ട് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിൽ കൂടി നമുക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി നീഡ് ടു ഡെവലപ്പ് അവർ സോഫ്റ്റ് സ്കിൽ ഇൻ കരിയർ, ഇൻ പ്രൊഫഷണൽ ഗ്രോത്ത്, personal development, and in organizational structures and various impacts actually originating from the organizations. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് നോക്കാം
സോ വാട്ട് ആർ ദ കീ സോഫ്റ്റ് സ്കിൽസ് ടു ഡെവലപ്പ്? ഏതൊക്കെ ഒരുപാട് സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മളെ ഈ പറയുന്ന തരത്തിലുള്ള കരിയർ ഡെവലപ്മെന്റ് ആയാലും പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആയാലും പേഴ്സണൽ ഡെവലപ്മെന്റ് ആയാലും ഇപ്പൊ ഏതൊക്കെ സോഫ്റ്റ് സ്കില്ലിനെ നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 ആണ് അഡാപ്റ്റബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, പൊരുത്തപ്പെടലുണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്, സ്വാധീനം ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ വേറൊരു സോഫ്റ്റ് സ്കില്ലാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ശരിക്കും പറഞ്ഞാൽ എന്താ ക്രിട്ടിക്കൽ തിങ്കിങ്? വിമർശനാത്മക ചിന്ത എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാം. ക്രിട്ടിക്കൽ തിങ്കിങ്, കണ്ടിന്യൂസ് ലേണിംഗ്, നിരന്തരമായിട്ടുള്ള പഠനം എങ്ങും നിൽക്കുന്നില്ല. പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നു, പുതിയ പുതിയ ആശയങ്ങൾ വരുന്നു, ഐഡിയകൾ വരുന്നു. അപ്പോൾ നമുക്ക് നിരന്തരമായൊരു പഠനം ജീവിതത്തിൽ തന്നെ അത്യാവശ്യമാണ്, എല്ലാ തരത്തിലും, പേഴ്സണൽ ആൻഡ് പ്രൊഫഷണലി. ഓഫ് കോഴ്സ് ടീം വർക്ക്. നമ്മൾ ജോലി ചെയ്യുന്നിടത്തൊക്കെ ഒരു ടീം വർക്ക് ഇല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ടീം വർക്കിൽ നമ്മൾ പറയാൻ പോകുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് ദ ടൈം മാനേജ്മെന്റ്. അപ്പോൾ ഈ പറയുന്ന 8 കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഫ്ലോറിൽ തന്നെ, ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പലതരത്തിലുള്ള കോഴ്സുകൾ കൂടി നമ്മൾ ഈ 8 അല്ല ഇതിൽ മിക്കവാറുമുള്ള അധികം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ ക്ലാസ്സുകളൊക്കെ ഇവിടെ നടന്നിട്ട് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അതിൻ്റെ ഒരു ഒരു കുറച്ച് കാര്യങ്ങളെടുത്ത് നമ്മൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ഇത്രയും മാത്രമുള്ള സോഫ്റ്റ് സ്കിൽസ്, ഹൗ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ അസ് ആൻഡ് ഹൗ വി ക്യാൻ ഗോ വിത്ത് ദാറ്റ് വൺ. അപ്പം അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം എന്താണ് അഡാപ്റ്റബിലിറ്റി എന്താണെന്നും അതെങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ഒരു സോഫ്റ്റ് സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് അഡാപ്റ്റബിലിറ്റിയിൽ വരുന്ന റോൾ ടു ചേഞ്ച് നോട്ട് റെസിസ്റ്റ്? നമുക്ക് എപ്പോഴും റോൾ വിത്ത് ചേഞ്ച് നോട്ട് ടു റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എപ്പോഴും മാറ്റങ്ങളെ സ്വീകരിക്കാനായിട്ട് നമുക്കൊരു മടി കാണും. ഒരു പക്ഷേ ഇത് നല്ലതാവുമോ, ഇത് ഏത് തരത്തിലായിരിക്കും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ജീവിതത്തിലായാലും ജോലി സ്ഥലത്തായാലും ഒക്കെയും പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ അത് എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ചുള്ള കുറേ ആശങ്കകളുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് റോൾ വിത്ത് ദാറ്റ് ചേഞ്ച്. ആ മാറ്റത്തെ നമ്മൾ സ്വീകരിക്കണം, അതിനെ എതിർക്കാതിരിക്കണം. അതാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ കൂടെ പറഞ്ഞത്. റോൾ വിത്ത് ദ ചേഞ്ച് നോട്ട് ടു റെസിസ്റ്റ് ഇറ്റ്. നമ്മൾ അത്യാവശ്യം എതിർക്കേണ്ട, അതിൽ കൂടെ പോയതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അടുത്തത് റീഫ്രെയിം ഡിസ്റ്റർബൻസ് ആസ് ഓപ്പർച്യൂണിറ്റീസ്. തടസ്സങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും നമ്മളുടെ ജീവിതത്തിലായാലും ജോലി സ്ഥലങ്ങളിലൊക്കെയുള്ള തടസ്സങ്ങൾ പലപ്പോഴും വരാറുണ്ട്, പല രീതിയിൽ വരാറുണ്ട്. ആ തടസ്സങ്ങളെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളെയൊക്കെ അതൊക്കെ അങ്ങനെയുള്ള തടസ്സങ്ങളെയൊക്കെ അവസരങ്ങളാക്കി മാറ്റുക. ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, അതാണ്. അടുത്തത് ചേഞ്ച് റൊട്ടീൻസ്, ട്രൈ സംതിങ് ന്യൂ ഫോർ 30 days. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചില പദവികളൊക്കെ മാറ്റി നമ്മൾ പോകാത്ത രീതിയിൽ ചില വഴികളിലൂടെ ഒക്കെ പോകാം. നമ്മൾ ഇതുവരെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 30 ദിവസത്തേക്ക് ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ട്രൈ സംതിങ് ന്യൂ ഫോർ 30 days. അത് വലിയ ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന ആശയങ്ങളൊക്കെ ഉള്ള കാരണം നമ്മൾ ഈ പുതിയ കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ഇതാണ്. കുറച്ച് ആശയങ്ങളൊക്കെ ഉണ്ടാവും, ബട്ട് യു ഹാവ് ടു ക്രോസ് ദാറ്റ് ലൈൻ. അപ്പോൾ ആ ലൈനൊന്നും മാറ്റി നമ്മൾ തന്നെ ഒന്ന് മാറിയാലേ പുതിയ ചേഞ്ചസുകളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും, അത് അറ്റ്ലീസ്റ്റ് ഒരു 30 days, ഐ മീൻ സ്റ്റാർട്ട് വിത്ത് എ വീക്ക്, 2-3 weeks, ദെൻ ഇറ്റ് വിൽ ബി ഓക്കെ ഫോർ അസ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പുതിയ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം, പദവികൾ മാറ്റണം. എന്നിട്ട് ഈ പറയുന്ന പോലെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിക്കുള്ള ബോധം, അതിനെക്കുറിച്ചുള്ള റിസൾട്ടും ഒക്കെ കിട്ടുകയുള്ളൂ. ദ ലാസ്റ്റ് വൺ, റീവിസിറ്റ് പാസ്റ്റ് റെസ്പോൺസസ് ടു ചേഞ്ച് ആൻഡ് നോട്ട് ഇംപ്രൂവ്മെൻറ്റ്സ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ നമ്മുടെ ഒരു പാസ്റ്റിലെ ചില കാര്യങ്ങൾ നമ്മൾ എടുത്ത തീരുമാനങ്ങളോ അല്ലെങ്കിൽ ആ റെസ്പോൺസസോ അല്ല അതിൻ്റെ പ്രതികരണങ്ങളോ ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് വിലയിരുത്തി നോക്കണം. എങ്ങനെയായിരുന്നു ആ സിറ്റുവേഷൻ കൊണ്ട് അങ്ങോട്ട് പോയത്? അങ്ങനെ വിലയിരുത്തി അതിൻ്റെ ഇപ്പോൾ നമ്മൾ അതൊന്ന് റീവിസിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അപ്രോച്ച് എന്നുള്ളത് ഒന്ന്
രേഖപ്പെടുത്തണമുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്നത് എന്നൊക്കെയുള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. സോ റീവിസിറ്റിംഗ് ദ പാസ്റ്റ് റെസ്പോൺസസ് ടു ചേഞ്ച് ആൻഡ് നോട്ട് ദ ഇംപ്രൂവ്മെന്റ്സ്. അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ചില വളഞ്ഞ വഴികൾ ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സ്ട്രെയിറ്റ് ഒരു ആരോ കൂടാതെ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നാണ് ഇതിനകത്ത് എല്ലാം വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞത് കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒരു പക്ഷേ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതായിരിക്കും നമ്മൾ നേരെ പോകുന്നതിനേക്കാളും നല്ലത്. നമുക്ക് പല തരത്തിലുള്ള ചേഞ്ചസും ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ജീവിതത്തിലും ജോലിയിലും ഒക്കെ ആണെങ്കിലും നമുക്ക് ഈ ചേഞ്ചുകൾ എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ജോലിയൊക്കെ മാറുന്നവരാണെങ്കിൽ പുതിയ ഒരു ഈ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട്, പ്രത്യേകിച്ച് ജോലിയുടെ കാര്യത്തിൽ അതാണ്, നമ്മൾ ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ചിലരുണ്ട് ഇത് മതി ജീവിതകാലം മുഴുവൻ ആ ജോലി തന്നെ ചെയ്ത് അതേ കസേരയിൽ ഇരുന്ന് അതേ പൊസിഷനിൽ ഇരുന്ന് വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ജീവിതത്തിൽ വന്നിട്ടും അതിനെയൊക്കെ ഒന്ന് അപ്രോച്ച് ചെയ്യാതെ ഇരുന്നിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാകാം. എന്നാൽ ചിലർ നമ്മളുടെ ജീവിതത്തിൽ കാണാം അവർ റിസ്ക് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന തരത്തിലുള്ള ചേഞ്ചസുകളോടും കുറച്ച് റിസ്ക് ഒക്കെ ലൈഫിലും നമുക്ക് വേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് സക്സസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിൻസ്റ്റൺ ചർച്ചിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ വിജയം പലതരത്തിൽ അങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള യാതൊരു സംശയവുമില്ല, പ്രൊവൈഡഡ് വി ഹാവ് ദി ഹാബിറ്റ് ഓഫ് ദ അഡാപ്റ്റബിലിറ്റി. ഓക്കെ, നൗ ലെറ്റ് us go to the next one. ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻഫ്ലുവൻസസ് ത്രൂ ആക്ഷൻ നോട്ട് ഈഗോ. നമുക്കറിയാമല്ലോ, നമുക്ക് ഈഗോ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പലരെയും പല കാര്യങ്ങളിലും ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഈഗോ. ശരിക്കും എല്ലാവർക്കും ഉണ്ട് നമ്മുടെ ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മളിൽ തന്നെയുള്ള വേറൊരു ക്യാരക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം ഈഗോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അഹംഭാവം എന്ന് വേണമെങ്കിൽ പറയാം. അഹംഭാവം കൊണ്ടല്ല, നമ്മൾ പ്രവൃത്തി വഴി നമുക്ക് വേണമെങ്കിൽ സ്വാധീനം ചെലുത്താം. ഓക്കെ, പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാം. പക്ഷെ അത് ഈഗോ ഒന്ന് മാറ്റി വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ്. നമ്മൾ ഈ വൈകാരിക കാര്യങ്ങൾ പല കാര്യങ്ങളെയും വൈകാരികമായിട്ട് എടുക്കാതെ പേഴ്സണലൈസ് ചെയ്യാതെ നമ്മൾ ഇരിക്കണമെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. നമ്മൾ പ്രവർത്തിച്ച് വേണം ആ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ. അടുത്തത് ലേൺ ടു പോസ് ബിഫോർ റെസ്പോണ്ടിങ്. നമ്മൾ പലപ്പോഴും നമ്മുടെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പ്രതികരിക്കുന്നതിന് മുമ്പ് ഒന്ന് പോസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആ ഇമോഷണൽ ഇൻ്റലിജൻസിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ ഈ പോസിന് വലിയൊരു ഒരു 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 സ്ഥാനമുണ്ട് ശരിക്കും പറഞ്ഞാൽ. പെട്ടെന്ന് ഒന്നിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുക. നമുക്ക് ഒരുപക്ഷെ വേണമെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ പ്രതികരിക്കാം. അതിൽ കൂടെ പല കാര്യങ്ങളുമാണ് ശരിക്കും നമ്മൾ ഒഴിവാക്കുന്നതും പല കാര്യങ്ങളിലാണ് നമ്മൾ നേടുന്നതും. അപ്പോൾ അതുകൊണ്ട് ഈ പോസ്, ഞാൻ നേരത്തെ ഒരു സെഷനിലും പറഞ്ഞു, പോസ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പലപ്പോഴും ആ പോസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്ന പോലെ അതൊരു മെൻ്റൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ സോ ട്രൈ ടു ലേൺ ടു പോസ് ഇൻ സിറ്റുവേഷൻസ്, ഇൻ സർക്കംസ്റ്റാൻസസ് ആൻഡ് ഓൾ. ലിസൺ ടു അണ്ടർസ്റ്റാൻഡ് റാദർ ദാൻ ടു റെസ്പോണ്ട്. അതാണ് അടുത്ത വേണ്ട കാര്യം. പലപ്പോഴും നമ്മളിപ്പം ഈ വേറെ ഒരാൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ശ്രദ്ധാപൂർണത ഇല്ലാതായിരിക്കും അത് കേൾക്കുന്നത്. നമ്മൾ അത്രമാത്രം ഒരു ശ്രദ്ധയില്ലാതെ കേൾക്കുകയും ആ കേൾക്കുന്നതിന് എന്ത് മറുപടി പറയണം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ആ കേൾക്കുന്നതിനുള്ള ക്ലാരിറ്റി എപ്പോഴും തീർച്ചയായിട്ടും കുറഞ്ഞിരിക്കും. അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം പ്രതികരിക്കുന്നതിന് മുമ്പ്. എങ്കിലേ പല കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ നടത്താനൊക്കെ പറ്റുള്ളൂ. പലപ്പോഴും ശ്രദ്ധിച്ച് കേൾക്കാതെ പോകുന്നതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ പോലും ഉണ്ടാകാറുമുണ്ട്.
Now, practice empathy by welcoming different angles. നമുക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു ക്വാളിറ്റിയാണ് എന്താണ് സഹാനുഭൂതി. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ ഈ വ്യത്യസ്ത കോണുകളിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്യുകയും സ്വാഗതമൊക്കെ ചെയ്യാൻ പരിശീലിച്ചാൽ അത് എന്താണ് സഹാനുഭൂതിയോടുകൂടി വേണം നമ്മൾ ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും. അത് മറ്റുള്ളവരെ കൺസിഡർ ചെയ്തിട്ടൊക്കെ ആണെങ്കിലും ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടെ നമുക്കത് സാധിക്കാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കഴിയും. എന്ത് സഹാനുഭൂതിയിൽ കൂടിയുള്ള ആ പരിശീലനം. ഇതുപോലെ ബി കൈൻഡ് യുവർ മൈൻഡ്. നമ്മളെപ്പോഴും നമ്മുടെ ഈ മാനസിക ഒരു ആക്ടിവിറ്റിയിൽ കൂടെ നമ്മൾ അതിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ദയയും കരുണയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്കതുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലും അത് നമുക്ക് കാണാനും ചെയ്യാനും ഒക്കെ ആയിട്ടും സാധിക്കുകയുള്ളൂ. അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻസ്. വെരി ഇമ്പോർട്ടൻ്റ്. ആശയവിനിമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് സ്കില്ലാണ്. ലിസൺ ടു അണ്ടർസ്റ്റാൻഡ്, നോട്ട് ടു ജസ്റ്റ് ടു റിപ്ലൈ. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. നമ്മൾ പല കാര്യങ്ങളും അതിൻ്റെ 100% രീതിയിൽ മനസ്സിലാക്കുന്നില്ല. പല കാര്യങ്ങളും മനസ്സിലാക്കാതെയാണ് ചിലപ്പം നമ്മൾ റിപ്ലൈ പോലും പറയുന്നത്. മറുപടി അങ്ങനെ ആയിരിക്കും. ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ മറുപടി പറഞ്ഞാൽ ആ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം കൂടെയാണ്. പ്രത്യേകിച്ചും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രക്ചർ മെസ്സേജസ് ആസ് വൈ, ഹൗ, വാട്ട്, എക്സെട്ര. നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്ന ഈ മെസ്സേജുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ വന്ന കാലത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള മെസ്സേജുകൾ അയക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ്, എങ്ങനെ, എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെ സോഫ്റ്റായിട്ട് ചോദിക്കാം. അതിനെ ഒരു സ്ട്രക്ചറും വരുത്താം ശരിക്കും കമ്മ്യൂണിക്കേഷനിൽ. ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാം, അല്ലെ എങ്ങനെയാണ്, അത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ നമുക്ക് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. സോ ദാറ്റ് ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ പാർട്ട്. നൗ എൻകറേജ് ഡയലോഗ് വിത്ത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. നമുക്ക് തുറന്ന ചോദ്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഒരു ഉൾക്കാഴ്ച കൊണ്ടും അങ്ങനെ സംഭാഷണം നമുക്ക് രൂപപ്പെടുത്താം. അപ്പോൾ എപ്പോഴും ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ നമുക്ക് വേണ്ടത് should be an open-ended questions. The next one is practice I statement, I feel, I believe, etc. to avoid the blame. നമ്മൾ പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പല കാര്യങ്ങളും എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ പറയുന്ന വിശ്വാസവും എൻ്റെ ആ തോന്നലൊക്കെ ഒരു പക്ഷേ അത് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്കും ഒരു പക്ഷേ അത് കേൾക്കുന്നവർക്കും നമ്മളെ കുറ്റപ്പെടുത്താനുള്ള സാധ്യതകളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം പറയുന്നു, അല്ലെങ്കിൽ അറിയുന്ന കാര്യം പറയുന്നു, തോന്നുന്ന കാര്യം പറയുമ്പോൾ അപ്പോൾ നമ്മളൊരു നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷനെ സ്ട്രക്ചർ ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ അതൊരു നല്ല രീതിയിലുള്ള ഒരു കോൺവെർസേഷനിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് ത്രൂ ദിസ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഇൻഫ്ലുവൻസ്. നമ്മൾ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് സ്വാധീനം. നമ്മളുടെ പ്രൊഫഷണലിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നതോടൊപ്പം നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാനും വേണ്ടിയിട്ട് ജോലിക്കാര്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെയും വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അത് it will solve the problems, not just complete the task. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ ഏൽപ്പിക്കുന്ന ജോലികളൊക്കെ വെറുതെ അങ്ങ് പൂർത്തിയാക്കുക മാത്രം അല്ല ചെയ്യുന്നത്. അപ്പോൾ ആ ജോലിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ജോലി പൂർത്തിയാക്കൽ മാത്രമല്ലല്ലോ. നമ്മൾ ജസ്റ്റ് വന്നു നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി ചെയ്തു പോകുന്നതിനേക്കാൾ നല്ലത് അതിൽ കൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടെ നമ്മൾ പരിഹരിക്കാനാണ് നമുക്ക് നോക്കണം. അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ്. എംപവർ യുവർ ടീം വിത്ത് സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ്. പ്രത്യേകിച്ച് ജോലിക്കാര്യങ്ങളിൽ ഒരു ടീമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടീമിനെ നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കുകയും നമ്മുടെ പിന്തുണയൊക്കെ നൽകുകയാണെങ്കിൽ ആ ജോലി ചെയ്യാൻ നമുക്കും എളുപ്പമായിരിക്കും. അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വളരെ ഈസി ആയിരിക്കും ഒരു ടീം വർക്കിൽ കൂടെ.
The next one is invest in their growth and provide mentorship. ഇപ്പം നമ്മളൊരു ടീമിലാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ലീഡർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു മാനേജർ ആണെങ്കിൽ, ശരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ടീമിനെ നമ്മൾ വളർത്തിയാൽ, അതാണ് പലരും ഇപ്പോൾ ചെയ്യുന്ന കാര്യം. നമ്മളൊരു ടീം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ഓൾവേസ് സപ്പോർട്ട് ദ ടീം ടു ഫോർ ദെയർ ഗ്രോത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കും നമ്മുടെ ജോലി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു മെൻറ്റർഷിപ്പ് നമ്മൾ കൂടെ വളർത്താനും പറ്റും. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് തീർച്ചയായിട്ടും പറ്റും. അതിൽ കൂടി നമ്മൾ മറ്റുള്ളവരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കും. Now the next one is acknowledge good work with frequent and public praise. പലപ്പോഴും ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ല വാക്ക് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ വളരെ എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈവൻ വീടുകളിലൊക്കെ ആയാൽ പോലും നമ്മുടെ മക്കളോടും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പാർട്ട്നേഴ്സിനോടും ഒരു ചെറിയ കാര്യം പറഞ്ഞല്ലോ, ഐ മീൻ പീസ് ഓഫ് അപ്രിസിയേഷൻ. പീപ്പിൾ വുഡ് ലൈക്ക് ടു ലിസൺ അപ്രിസിയേഷൻ. അപ്പോൾ അങ്ങനെ എന്ത് വലിയ കാര്യമോ ചെറിയ കാര്യമോ എന്തു ആക്കട്ടെ, ഒരു പ്രശംസ അതെല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ കൂടെ നമുക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും തീർച്ചയായിട്ടും സാധിക്കും. ഇതേപോലെ അടുത്തത് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് ശരിക്കും നമ്മളതിനെക്കുറിച്ച് പറയുമ്പോൾ കീപ് ലേണിംഗ് ഈവൻ വെൻ ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലെങ്കിലും അതിനെക്കുറിച്ച് നിരന്തരമായ ഒരു പഠനം നമുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ തോന്നുമായിരിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നിയാൽ, അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ ആവശ്യമില്ലെങ്കിലും ഒരു പഠനം നടത്തി നോക്കുന്നത് പലപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. യൂസ് ദ 5 ways മെത്തേഡ് ഫോർ റൂട്ട് കോസ് അനാലിസിസ്. ഇങ്ങനെ ഒരു ഈ RCA എന്ന് പറയും, റൂട്ട് കോസ് അനാലിസിസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നറിയാൻ ഒരു 5 way മെത്തേഡ് ഉണ്ട്. അത് മാനുഫാക്ചറിങ് പ്രോസസ്സുകളിൽ പല തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഒരു പ്രാക്ടീസാണ് 5 ways. അതിനെക്കുറിച്ച് ഞാൻ പറയാം എന്താണ് 5 ways എന്നുള്ളതിനെക്കുറിച്ച്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വിശകലന രീതിയാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കാരണം കണ്ടെത്താൻ പറ്റും. ആ 5 waysലേക്ക് നമുക്ക് വരാം. ടെസ്റ്റ് സൊല്യൂഷൻസ് ബൈ മെഷറിംഗ് പ്രോഗ്രസ് ആൻഡ് പിവോട്ട് ക്വിക്കലി. നമുക്ക് പുരോഗതി അളക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള കാര്യങ്ങളിലുള്ള പുരോഗതി അളന്നുകൊണ്ടേയിരിക്കണം. പരിഹാരങ്ങൾക്ക് വേണ്ടി നമ്മൾ പരീക്ഷണങ്ങൾ നടത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് വേഗത്തിൽ അത് മാറ്റങ്ങൾ വരുത്താനായിട്ടും തീർച്ചയായിട്ടും സാധിക്കും. 70% employers consider critical thinking important to ഓൺ ദ ജോബ് സക്സസ്. 70% നമ്മളെ എംപ്ലോയേഴ്സ് ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് ജോലി തരുന്നവർ ഈ ക്രിട്ടിക്കൽ ചിന്താഗതിയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, പ്രധാനമാണെന്ന് കണക്കാക്കുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്നൊക്കെ പറയുന്ന മാതിരി ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ മറ്റുള്ള അത്ര ഇമ്പോർട്ടൻ്റ് ടാസ്കുകളിലൊക്കെ നമ്മളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് പോലും ഉണ്ട്. യു ഹാവ് ടു ബി ഇൻ ക്രൈസിസ് ദ ക്രിട്ടിക്കൽ തിങ്കിങ് വിൽ ഹെൽപ്പ് അസ്. ഞാൻ നേരത്തെ പറഞ്ഞു 5 waysനെ കുറിച്ച് ഒരു ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കാം. അതിനകത്ത് മെയിനായിട്ട് ഈ വൈ എന്നുള്ളത് ഒരു 5 പ്രാവശ്യം പല കാര്യങ്ങളും നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തെ എടുത്തിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, വൈ. എഗെയിൻ നമ്മൾ ചോദിക്കണം വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്നിങ്ങനെ റിപ്പീറ്റായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി അതിനൊരു ആൻസർ കിട്ടും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു പ്രോബ്ലം ഉണ്ട്. ദ വെഹിക്കിൾ ഈസ് നോട്ട് സ്റ്റാർട്ടിങ്. നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല നമ്മൾ രാവിലെ ചെയ്യുന്നപ്പോൾ. നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കുക വൈ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരം ആയിരിക്കാം ദ ബാറ്ററി ഈസ് ഡെഡ്. ബാറ്ററി ഡെഡ് ആണ്. വൈ? എഗെയിൻ വി ആർ ആസ്കിങ് വൈ. ദി ഓൾട്ടർനേറ്റർ ഈസ് നോട്ട് ഫങ്ഷനിങ്. എൻ്റെ ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ബാറ്ററി ഡെഡ് ആയത്. വൈ? എഗെയിൻ ആസ്കിങ് വൈ. ദ ഓൾട്ടർനേറ്റർ ബെൽറ്റ് ഈസ് ബ്രോക്കൺ. എൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയി. എഗെയിൻ ആസ്കിങ് വൈ. ദ ബെൽറ്റ് വാസ് ഇൻ റീപ്ലേസ്ഡ് ഓൺ ടൈം. ആ ബെൽറ്റ് കൃത്യമായ സമയത്ത് മാറ്റാത്തത് കൊണ്ടാണ് ബെൽറ്റ് പൊട്ടിപ്പോയത്. വൈ?
ദ വെഹിക്കിൾ വാസൻ മെയിൻറ്റൈൻഡ് ആസ് പെർ ദി സർവീസ് ഷെഡ്യൂൾ. നമ്മുടെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് റെഗുലറായിട്ടുള്ള പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് സർവീസ് കൊടുക്കുക. അപ്പോൾ ഈ വണ്ടി അങ്ങനെ കൊടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. വെഹിക്കിൾ ഡിഡിൻ സ്റ്റാർട്ട്, വെഹിക്കിൾ വോണ്ട് സ്റ്റാർട്ട്. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു 5 വയസ്സിൽ കൂടെ ചോദിച്ചുകൊണ്ട് നമ്മൾ ഉത്തരം കണ്ടെത്തിയത് അതാണ്. അതിൻ്റെ കോസ്, അതിൻ്റെ റൂട്ട് കോസ് ആയിരുന്നു. അപ്പോൾ ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇത് ശരിക്കും മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഉപയോഗിക്കാറുണ്ട്, ബിസിനസ് പ്രോസസ്സുകളിൽ ഉപയോഗിക്കാറുണ്ട് ഈ 5 വൈസ് എന്നുള്ള പ്രോസസ്സ്. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്, പ്രോബ്ലംസിനെ അനലൈസ് ചെയ്യാനായിട്ട് ഈ 5 വേസ് മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ആക്ച്വലി ഇത്. അടുത്താണ് കണ്ടിന്യൂസ് ലേണിംഗ്, നിരന്തരമായ പഠനം, തുടർച്ചയായ പഠനം. ദ ലേണിംഗ് നെവർ എൻഡ്സ്. അത് ഇപ്പോൾ ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിലും പലതരത്തിലുള്ള സാധ്യതകൾ ഇപ്പോൾ ഈ പഠനത്തെക്കുറിച്ച് നമ്മൾ നോക്കണം. പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് ഓൺ ഫിംഗർ ടിപ്സ്. ദർ ആർ മെനി മെത്തേഡ്സ്, ഓൺലൈൻ കോഴ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പഠനം എന്നുള്ളത് പണ്ടത്തെ കാലത്തേക്ക് അപേക്ഷിച്ച് നോക്കുന്നതിനേക്കാളും ഇപ്പോൾ വളരെ ഈസിയാണ്. സോ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ഈവൻ അണ്ടർ പ്രഷർ. നമുക്ക് തുടർച്ചയായ പഠനത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർദ്ദ സാഹചര്യങ്ങൾ നമുക്ക് വ്യക്തമായി സംസാരിക്കുക. സെറ്റ് എസൈഡ് വീക്ക്ലി ടൈം ഫോർ റീഡിങ് ആൻഡ് ലേണിംഗ്. നമുക്ക് എത്ര തിരക്കായാലും ഒരു വീക്കിലി എന്നുള്ള ഒരു രീതിയിൽ ആയാലും പോലും കുറച്ച് സമയം, വീക്കിലി വൈസ് ആണെങ്കിലും, ദിവസം അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്താണ് വായനയ്ക്കും പഠനത്തിനൊക്കെ വേണ്ടി ഒരാഴ്ചയിൽ കുറച്ച് സമയം അതിന് കണ്ടെത്തണം. ദാറ്റ്സ് ഈ കണ്ടിന്യൂസ് ലേണിംഗ്. ടേക്ക് ഓൺ ന്യൂ പ്രൊജക്ട്സ് ടു അപ്ലൈ സ്കിൽ. നമുക്ക് നമ്മുടെ കഴിവുകളൊക്കെ പ്രയോഗിക്കാനും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും വേണ്ടി പുതിയ പുതിയ പ്രൊജക്റ്റുകൾ നമ്മൾ ഇൻവോൾവ് ആവുക, പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുക. നൗ ടീച്ച് അതേഴ്സ് ടു സോളിഡിഫൈ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് നമ്മുടെ അറിവ് ഉറപ്പിക്കാൻ നമ്മൾ പഠിച്ച കാര്യം പഠിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ പലരും ഈ കാര്യത്തിൽ ഒരു പേടിക്കുന്നവരുമുണ്ട്. കാര്യം, ഞാൻ പഠിച്ച കാര്യം മറ്റുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ എൻ്റെ കാര്യം അവതാളത്തിലാവുമോ എന്ന് ചിന്തിക്കുകയുണ്ട്. പക്ഷെ അതൊരു റോങ് മെത്തേഡിലുള്ള ഒരു തിങ്കിങ് ആണ്. ഒരിക്കലും പറ്റില്ല. നമ്മുടെ അറിവ് കൂടുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോഴും മറ്റുള്ളവരെ ആ അറിവ് നമ്മൾ പകർന്നു കൊടുക്കുക ചെയ്യുമ്പോൾ പ്രാക്ടിക്കലി നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് ഒരു കാര്യം പഠിക്കുകയാണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ള തീർച്ചയായിട്ടും ഒരു 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 സോഫ്റ്റ് സ്കില്ലാണ്. അതിനായിട്ടുള്ള സമയം കണ്ടെത്തി അറ്റ്ലീസ്റ്റ് ഒരു പുതിയ കാര്യമെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ പഠിക്കുന്നത് നമ്മുടെ എല്ലാ തരത്തിലും, ഈവൻ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിന് പോലും പുതിയ പുതിയ കാര്യങ്ങളെ പഠിക്കുന്നതും അതിനെക്കുറിച്ചുള്ള അറിവ് നേടുന്നതൊക്കെ ഈവൻ ബ്രെയിൻ ആക്ടിവിറ്റീസിന് പോലും വളരെ നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലികൾ കൃത്യമായി ചെയ്യാൻ, കൃത്യത എന്നുള്ളത് കണ്ടിന്യൂസ് ലേണിങ്ങിൽ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ അറിയും തോറും നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ ജോലിയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം കണ്ടിന്യൂസ് ലേണിംഗ് ഈസ് അനദർ സോഫ്റ്റ് സ്കിൽ വി ഹാവ് ടു ഗെറ്റ് ഇറ്റ്. ഇതേപോലെ തന്നെ അടുത്തതാണ് ടീം വർക്ക്. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പലപ്പോഴും ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഈ ടീം വർക്കിനെ കുറിച്ച് നമുക്ക് ക്ലാസ്സുകൾ പോലും ചിലപ്പം ടീമിൽ കൂടെ ആയിരിക്കും കിട്ടുന്നത്. പല ഡിസ്കഷനിൽ കൂടെ പല ഐഡിയ ഉള്ളവരുമായിട്ടൊക്കെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഉദ്ദേശിച്ച ടാസ്കുകൾ ഒരുപക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും ഒരുപക്ഷെ ഈസിയായിട്ട് ചെയ്യാനും അത് പെർഫെക്ഷനോടുകൂടി ചെയ്യാനായിട്ട് ടീം വർക്കിൽ കൂടി സാധിക്കും. കൊളാബറേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് കോമ്പീറ്റിംഗ് ഇന്റേണലി. അതാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചു പോയാൽ ഒരു മത്സരമല്ല അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ മത്സരത്തെ മാറ്റിവെച്ച് ഒത്തുചേർന്ന് ഒരു കാര്യം നമ്മുടെ ഒരു ടീം സ്പിരിറ്റോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് വേറെയായിരിക്കും. റെസ്പെക്ട് എവറി ടീം മെമ്പേഴ്സ് വോയിസ്. അത് വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യം. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും എല്ലാവരുടെ സെയിങ്ങിനും ഒരു കാര്യം ഉണ്ടാവും. അപ്പം നമ്മൾ
അവർ പറയുന്ന ആ കാര്യത്തേക്ക്, അവരുടെ അഭിപ്രായത്തെ നമ്മൾ ബഹുമാനിക്കുകയും അവരുടെ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. എല്ലാ ഇപ്പൊ പ്രത്യേകിച്ച് ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ജോലിക്കാര്യത്തിൽ ടീമായിട്ട് വർക്ക് ചെയ്യും, ടീം മെമ്പറിന്റെ വോയിസ് നമ്മൾ തീർച്ചയായിട്ടും കേൾക്കണം. നമ്മൾ പറയുന്നതിൽ മാത്രമായിരിക്കും എല്ലാ കാര്യം. ഒരുപക്ഷെ നമ്മുടെ ഐഡിയയെക്കാളും നമ്മുടെ ടീമിലുള്ള ഒരാളുടെ ഐഡിയ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അത് ഒരുപാട് റിസൾട്ട് പല പല സന്ദർഭങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ ഐഡിയയെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മുടെ ടീമിലുള്ള ഒരാൾക്കുണ്ടാവും. നമ്മൾ അംഗീകരിക്കുക, അതിനുവേണ്ട പ്രോത്സാഹനം കൊടുക്കുക, അത് ഒത്തുചേർന്ന് ചെയ്യുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂട്ടിലൈസ് ഇൻഡിവിജ്വൽ സ്ട്രെങ്സ്. മറ്റുള്ള ഓരോരുത്തരുടെയും വ്യക്തിപരമായ കഴിവുകളുണ്ടല്ലോ, ആ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ കഴിവുകളോട് ചേർത്ത് നമുക്ക് നമ്മുടെ ഒരു ടീമിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനും തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഈ ടീം വർക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ദ ലാസ്റ്റ് വൺ ഈസ് എസ്റ്റാബ്ലിഷ് ക്ലിയർ ഷെയർഡ് ഗോൾസ് ആൻഡ് സെലിബ്രേറ്റ് കളക്റ്റീവ് വിൻസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്തു, ഇങ്ങനെ ടീമിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് നമ്മളൊരു അതിൻ്റെ റിസൾട്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 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 ലക്ഷ്യബോധത്തോടെ നമ്മൾ നേടിയെടുക്കുന്ന ഗോളുകളും അതുകൂടെ അതിനകത്ത് കിട്ടുന്ന റിസൾട്ടുകളൊക്കെ നമ്മളൊരു കൂട്ടായിട്ട് അത് ആഘോഷിക്കുകയും കൂടെ ചെയ്യണം. ഓക്കെ, വി ഹാവ് ടു സെലിബ്രേറ്റ് അവർ കളക്റ്റീവ് വിൻസ് ടുഗദർ. So this is the importance of the teamwork. Okay, respect others and be a good team member. ടൈം മാനേജ്മെന്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വേണ്ട ഒരു സോഫ്റ്റ് സ്കില്ലാണ് നമ്മുടെ സമയത്തെ പണം പോലെ ശരിക്കും പറഞ്ഞാൽ സംരക്ഷിക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ടൈം മാനേജ്മെന്റിന്റെ ഒരു ചെറിയ ഡെഫിനിഷൻ. പ്രൊട്ടക്ട് ടൈം ലൈക്ക് ഇറ്റ്സ് മണി ബിക്കോസ് ഇറ്റ് ഈസ്. ഓക്കെ, നമ്മൾ പണത്തെ സൂക്ഷിക്കുന്ന പോലെ തന്നെ സമയവും സൂക്ഷിക്കണം. ശരിക്കും പറഞ്ഞാൽ അതാണ് അതിൻ്റെ വാല്യൂ ഉണ്ടല്ലോ. പണത്തെ പോലെ തന്നെ വാല്യൂ ഉള്ള ഒരു കാര്യമാണ് ടൈമും. വർക്ക് ഇൻ ഫോക്കസ്ഡ് പോർഷൻസ് ഓഫ് 25 minutes വിത്ത് ഫ്രീക്വൻറ്റ് ബ്രേക്സ്. നമ്മൾ കഴിഞ്ഞൊരു സെഷനിലും പറഞ്ഞിരുന്നു, ഈ ടൈം മാനേജ്മെന്റിൽ കൂടി ഏതെങ്കിലും ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ അതിന് ഫിക്സ്ഡ് ആയിട്ട് ടൈം വെച്ചിട്ട് മേക്ക് ഷുവർ ദാറ്റ് ദ ടാസ്ക് ഈസ് കംപ്ലീറ്റ്. അങ്ങനെ പൊമോറോഡോ ടെക്നിക്കൊക്കെ പറഞ്ഞില്ല, അതാണ് 25 minutes ടെക്നിക്. ദെൻ യു ടേക്ക് 5 to 10 minutes റെസ്റ്റ്. സോ 25 minutes എന്നുള്ളത് ഒരു ടൈം ബോക്സ് ആണ്. നമ്മൾ ഒരു ടൈം മാനേജ്മെന്റിലുള്ള സെഷനിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് അതിൻ്റെ ഫോക്കസ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ 25 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ജോലി ചെയ്ത് തീർക്കും എന്നുള്ള ഒരു ദൃഢ നിശ്ചയത്തോടുകൂടി തന്നെ ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ അച്ചീവ് യുവർ റിസൾട്ട്സ് വിത്ത് ഫ്രീക്വൻറ്റ് ബ്രേക്സ്. ഇടവേളകൾ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഉള്ള കാലത്ത് ഈ ഓൺലൈൻ ജോബ് ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരുന്നുള്ള ജോലികൾ നമുക്ക് ഒരു നമ്മുടെ നിരന്തരമായ ഈ ഇടവേളകളില്ലാത്ത ജോലി ചെയ്യുന്നതുകൊണ്ടുള്ള പലതരത്തിലുള്ള സ്ട്രെസ്സും പലർക്കും ഉണ്ടാകാറുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് ബ്രേക്ക് നമുക്ക് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് ഇനഫ് ബ്രേക്ക് by completing the task assigned on us. Batch similar tasks together and allocate time blocks. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരേ തരം ജോലികൾ നമ്മൾ ഒരുമിച്ച് ചെയ്ത് അങ്ങനെ സമയം നമ്മളതിനെ വിഭജിക്കുക. ഒരേ തരത്തിലുള്ള ബാച്ച് സിമിലർ ജോബ് ടാസ്ക് ടുഗദർ ആൻഡ് അലോക്കേറ്റ് ടൈം ബ്ലോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരേ തരത്തിലുള്ള ഒരേ കാര്യത്തിലുള്ള ജോബുകളൊക്കെ ആ ടൈം ബ്ലോക്കിൽ ചെന്ന് അങ്ങനെ അതിനെ ടൈം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പല ജോലികളും നമുക്ക് ടാസ്കുകളും ചെയ്യാനും എളുപ്പമായിരിക്കും. അതാണ് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ഒരു പ്രത്യേക ക്ലാസ്സുകൾ തന്നെ നമ്മളിവിടെ നേരത്തെ നടത്തിയിട്ടുണ്ട്. സോ ടൈം മാനേജ്മെന്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ് സ്കിൽ ടു ഡെവലപ്പ്, ലൈക്ക് പ്രൊട്ടക്ടിങ് ദ ടൈം ലൈക്ക് ഇറ്റ്സ് വർത്ത് ലൈക്ക് മണി. നമ്മളിപ്പോൾ ഈ 8 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ വേണ്ട വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് സോഫ്റ്റ് സ്കിൽ? ട്രെയിനിങ് ആൻഡ് വർക്ക്ഷോപ്സ്, ജോയിൻ സെമിനാർസ്, ഓൺലൈൻ കോഴ്സസ് ഓർ ട്രെയിനിങ് സെഷൻസ് ഫോക്കസ്ഡ് ഓൺ
കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളിലും കോഴ്സുകളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമയം അനുസരിച്ചിട്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള കോഴ്സുകൾ പഠിക്കാൻ പറ്റും. പലതരത്തിലുള്ള സെമിനാറുകൾ നടക്കാറുണ്ട്. ഓൺലൈൻ സെമിനാറുകൾ നടക്കേണ്ട, ഓഫ്ലൈൻ സെമിനാറുകൾ നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളിലും വർക്കുകളിൽ പോയി തീർച്ചയായിട്ടും പങ്കെടുക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കില്ലുകളും ഒക്കെ നമ്മൾ അറിയാതെ തന്നെ പലരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യും. അവിടുന്ന് കിട്ടുന്ന ഐഡിയകളും ഡിസ്കഷനിലും കൂടെ തീർച്ചയായിട്ടും ട്രെയിനിങ്ങിനും വർക്ക്ഷോപ്പിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഫീഡ്ബാക്ക് ആൻഡ് മെൻറ്റർഷിപ്പ്. സീക്ക് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ഫൈൻഡ് മെൻറ്റേഴ്സ് ഹൂ ഇലിസ്ട്രേറ്റ് സ്ട്രോങ് സോഫ്റ്റ് സ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഈ ഫീഡ്ബാക്കും ഒക്കെ തരുന്ന നല്ല മെൻറ്റർമാർ ധാരാളം നമ്മൾ ചെയ്യുന്ന ഫീൽഡിലും, അതേപോലെ തന്നെ മെൻറ്റർഷിപ്പ് കൊടുക്കാവുന്ന ആൾക്കാരെ കണ്ടെത്തി അവരുടെ നിന്നും നമുക്ക് വേണ്ട പരിശീലനമൊക്കെ നേടുന്നത് നല്ലതായിരിക്കും. ഒരു പക്ഷേ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന അതേ കാര്യം ഒരു മെൻറ്റർക്ക് അതിൻ്റെ മറ്റുള്ള ടെക്നിക്സുകളിലും ടൂൾസിൽ കൂടെയൊക്കെ നമ്മളെ ഒരുപക്ഷെ സഹായിക്കാൻ പറ്റും. So find out a mentor who can help in our the professional jobs, maybe on a personal level also. You can approach mentors who illustrate strong soft skills. Soft skill പഠിപ്പിക്കുന്ന mentors തന്നെ ഒരുപാട് ഇപ്പോൾ അവൈലബിൾ ആണ്. Practical exercises. Engage in group projects, public speaking clubs or role playing scenarios. നമുക്കറിയാമല്ലോ, പബ്ലിക് സ്പീക്കിംഗ് തന്നെ ഒരു വലിയ സബ്ജക്റ്റാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കൽ എക്സസൈസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അങ്ങനെയുള്ള പ്രാക്ടിക്കൽ എക്സസൈസിലൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്കും അങ്ങനെ നമ്മുടെ സോഫ്റ്റ് സ്കിൽ തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സെൽഫ് റിഫ്ലക്ഷൻ, റെഗുലർ ജേർണലിംഗ് ആൻഡ് സെൽഫ് അസസ്മെന്റ് ടു ഐഡന്റിഫൈ ഇംപ്രൂവ്മെന്റ് ഏരിയാസ്. ശരിക്കും ജേർണലിംഗ് എന്ന് പറയുന്ന പണ്ട് നമ്മൾ ഡയറി എഴുതുന്ന പോലെ തന്നെ നല്ലൊരു പ്രാക്ടീസാണ്. നമ്മുടെ സെൽഫ് റിഫ്ലക്ഷനെ തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെയ്ത കാര്യം തന്നെ ഒന്ന് എഴുതി വെക്കുക, തിരിച്ചറിയാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അതൊന്ന് അനലൈസ് ചെയ്യുകയും ചെയ്യണം. വേണ്ട തിരുത്തലുകളൊക്കെ ജേർണലുകൾ എഴുതിയിട്ട് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത കാര്യങ്ങളിലെ കറക്ഷൻസ് അടുത്ത പ്രാവശ്യവും നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു ടൂൾ കൂടിയായിരിക്കും. നമുക്ക് അതിൽ കൂടെ നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റും, ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. സോ സെൽഫ് റിഫ്ലക്ഷൻ ബൈ ജേർണലിംഗ്, ദാറ്റ്സ് ദി സ്ട്രാറ്റജീസ്, വൺ ഓഫ് ദ സ്ട്രാറ്റജീസ്. ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പോവാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ ഐഡിയ വരുന്നത്, ബൾബ് കത്തുന്നത്, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതൊക്കെ എപ്പോഴും ഈ തരത്തിലുള്ള ഇൻട്രാക്ഷൻസിൽ കൂടിയൊക്കെ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റും. അടുത്തത് എന്ത് ആണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്? സോ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. കരിയർ ഡെവലപ്മെന്റ്. സോഫ്റ്റ് സ്കിൽസ് ക്യാൻ ഡിഫറൻഷിയേറ്റ് യു ഇൻ കരിയർ ആൻഡ് ഓപ്പൺ ഡോർസ് ടു ലീഡർഷിപ്പ് റോൾസ്. തീർച്ചയായിട്ടും നമ്മുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്താൽ അത് നമ്മൾ ചെയ്യുന്ന തൊഴിലിലാണ് ഏറ്റവും അതിൻ്റെ ഗുണം കിട്ടുന്നത്. നമുക്ക് അങ്ങനെ ഇങ്ങനെയുള്ള സ്കില്ലുകൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രൊമോഷൻസ്, അല്ലെങ്കിൽ നമുക്ക് ഒരു നേതൃത്വ ലീഡർഷിപ്പ് ക്വാളിറ്റീസിലേക്ക് വരാം, മാനേജറിയൽ പൊസിഷൻസിലേക്ക് വരാം, അതിൻ്റെ അടുത്ത ലെവലിൽ സീനിയർ മാനേജേഴ്സ് ലെവലിൽ വരാം, ടോപ്പ് മാനേജറിലും വരാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ 8 സോഫ്റ്റ് സ്കില്ലിൽ കൂടെ നമുക്ക് ഒരുപാട് നമ്മളുടെ തന്നെ പ്രൊഫഷണലി നമ്മളെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിൽ തന്നെ പേഴ്സണലായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ തന്നെ മാറ്റാൻ കഴിയും. അങ്ങനെ നമ്മുടെ കരിയറിലും നമുക്ക് പലതരത്തിലുള്ള പൊസിഷൻസ് കൈകാര്യം നേടാനും പറ്റും. ഇംപ്രൂവ്ഡ് വർക്ക് പ്ലേസ് റിലേഷൻഷിപ്പ്, ബൂസ്റ്റ് കൊളാബറേഷൻ, ട്രസ്റ്റ് ആൻഡ് ഓവറോൾ ടീം പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്താണ് നമുക്ക് ഇതിൻ്റെ ഗുണം കിട്ടുന്നത്. മെച്ചപ്പെട്ട ബന്ധങ്ങൾ കിട്ടും നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽ കൂടെ. കാര്യം പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ടീം വർക്ക്, ഇതിൽ കൂടെ ഒക്കെ കിട്ടുന്ന കാര്യം നമുക്ക് സഹകരണമാണ്. ഇപ്പം ജോലി ചെയ്യുന്നിടത്ത് ഈ ടെൻഷനൊന്നും ഇല്ലാതെ ഒരു ടീം വർക്കിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് നമ്മുടെ തന്നെ ഒരു ഓവർ പെർഫോമൻസ് ഉണ്ടല്ലോ, നമ്മുടെ ആ ഓവറോൾ റെസ്പോൺസിബിലിറ്റി അടക്കം തീർച്ചയായിട്ടും കൂടും. അപ്പോൾ ഇതൊക്കെ നമ്മളെ പ്രൊഫഷണലി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു തർക്കവുമില്ല. അതാണ് ഇതിൻ്റെ അഡ്വാൻസേഴ്സ്. സോ നമ്മുടെ കരിയർ എപ്പോഴും ഒരു അപ്വേർഡ് ഗ്രോത്തിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഇങ്ങനെയുള്ള സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും കരിയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കരിയറിലെ അഡ്വാൻസ്മെൻറ്റ് പ്രൊഫഷണലി നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കും. അടുത്തത് let us come to a conclusion on this the soft skills development. So far we have discussed. എന്താണ് ഇതിൻ്റെ റീക്യാപ്പ് നമ്മൾ ചെയ്ത് നോക്കിയാൽ സോഫ്റ്റ് സ്കിൽസ് ആർ ക്രൂഷ്യൽ ഫോർ ബോത്ത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റിലയൻസ്. സോഫ്റ്റ് സ്കില്ലുകൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മുടെ വ്യക്തിപരമായിട്ടും നമ്മുടെ പ്രൊഫഷണൽ മേഖലകൾക്കും വളരെ നിർണായകമാണ്. ഇത് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇതിൻ്റെ കുറവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ പെർഫോമൻസിനെ ആയിരിക്കും, നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ ആയിരിക്കും. അത് ഏത് തൊഴിലാണെങ്കിലും നമുക്ക് ഈ സോഫ്റ്റ് സ്കില്ലുകൾ നമ്മുടെ ശരിക്കും പേഴ്സണൽ ഗ്രോത്തിനെയാണ് അത് ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ അതാണ്. എന്താണ് ഇന്നത്തെ ടേക്ക് അവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ് സ്കിൽസ് ആർ കണ്ടിന്യൂസ്ലി ഡെവലപ്ഡ് ട്രയഡ്സ് that can be improved with intentional practice and real world experience. അപ്പോൾ സോഫ്റ്റ് സ്കില്ലുകൾ നിരന്തരം വികസിക്കപ്പെടേണ്ടതാണ്. സോഫ്റ്റ് സ്കില്ലുകൾ ദിവസവും മെച്ചപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ അങ്ങനെയുള്ള ഒരു സ്വഭാവം അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആവും, ശരിക്കും ഒരു സ്വഭാവ വിശേഷം തന്നെയായിട്ട് മാറും. അതിന് വേണ്ടത് എന്താണ്? പ്രാക്ടീസ്. അതിന് സിൻസിയറിറ്റി ആയിട്ട് നമുക്ക് വളരെ റെഗുലറായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യണം. നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പഠനത്തിൽ കൂടെയും പ്രാക്ടീസ് കൂടെയൊക്കെയും നമുക്കത് നമുക്കത് പ്രാക്ടീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സോഫ്റ്റ് സ്കില്ലെന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വഭാവ വിശേഷമായി തന്നെ മാറും, നിരന്തരമായ പ്രാക്ടീസിൽ കൂടെ. അതാണ് അതിൻ്റെ ടേക്ക് അവേ. The final thought is accept soft skill development as an ongoing journey that enhances every aspect of life. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈ സോഫ്റ്റ് സ്കില്ലുകളുടെ ഈ ഡെവലപ്മെൻറ്റ് ഒരു ദിവസം മാത്രമല്ല, അതൊരു നിരന്തരമായ യാത്രയായിട്ട് തന്നെ നമ്മൾ അത് സ്വീകരിക്കണം. ഓരോ ദിവസവും ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ട് 1% ഇമ്പ്രൂവ്മെൻറ്റ് ഒരു ദിവസം ഉണ്ടെങ്കിൽ പോലും അത് കുറേ സ്പാൻ ഓഫ് ഡേയ്സിലാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഈ ഡെവലപ്മെൻറ്റിൽ കൂടി നമുക്കതിൻ്റെ ഗുണം കിട്ടും തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അതിനെ ഒരു യാത്രയായിട്ട്, ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് ജേർണി ദാറ്റ് എൻഹാൻസസ് എവറി ആസ്പെക്ട് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ സകല തരത്തിലുള്ള മേഖലകളെയും പ്രൊഫഷണലി പേഴ്സണലി ഒക്കെയും അതിന് തീർച്ചയായിട്ടും നമ്മളെ മെച്ചപ്പെടുത്തുന്ന ഒരു സ്വഭാവവിശേഷമായിട്ട് ഇതിനെയൊക്കെ മാറ്റാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഫൈനൽ തോട്ട്. നമ്മൾ പഠിച്ച ഈ പറഞ്ഞ 8 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിയാൽ, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം അഡാപ്റ്റബിലിറ്റി ആയിരുന്നു. ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ ട്രൈ സം ട്രയഡ്സ് ബൈ ചേഞ്ചിങ് ദ റൊട്ടീൻസ് അറ്റ്ലീസ്റ്റ് ഫോർ 30 days. അതൊരു അഡാപ്റ്റബിലിറ്റിയാണ്. ദെൻ വി ക്യാൻ അഡ്ജസ്റ്റ് ആൻഡ് അഡാപ്റ്റ് ദ ന്യൂ തിങ്സ് ഇൻ ദ ലൈഫ്. Second one is emotional intelligence. Learn to pause before responding. Pause button. Okay, പ്രതികരിക്കുന്നതിന് മുന്നേ കുറച്ചൊന്ന് പോസ് ചെയ്യുക. That's the emotional intelligence. The third one is the communication. Very important. ഞാൻ പറഞ്ഞു, we have to have a better communication with the organizational level and is also in the personal level. Number 4 is the influence. Empower your team with autonomy. നമ്മളൊരു ടീമിലാണെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു ടീം മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മുടെ റിലേഷൻഷിപ്പ് അടക്കം നമ്മൾ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ വേണ്ടി തന്നെ നമ്മളൊരു മെമ്പർ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് നമ്മളെ സഹായിക്കും. ദ നമ്പർ 5 ഈസ് ദ ക്രിട്ടിക്കൽ തിങ്കിങ്. യൂസ് ദി 5 ways. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അതിൻ്റെ റൂട്ട് കോസ് അനാലിസിൽ എത്താൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സോഫ്റ്റ് സ്കില്ലാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്പർ 6 ഈസ് കണ്ടിന്യൂസ് ലേണിംഗ്. നിരന്തരമായ പഠനം. എല്ലാ ദിവസവും ഒരു ചെറിയ കാര്യമെങ്കിലും പുതിയതായി പഠിക്കുക. കണ്ടിന്യൂസ് ലേണിംഗ്.
നമ്പർ 7 is the team work, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു ടീം വർക്കായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടീം മെമ്പർ, ഒരു സിൻസിയർ ടീം മെമ്പറായിട്ട് ജോലി മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളതും ഒരു സോഫ്റ്റ് സ്കില്ലാണ്. അതിനു വേണ്ട എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അടക്കം, മറ്റുള്ളവരോട് നമ്മൾ ഉള്ള പെരുമാറ്റം അടക്കം ടീം വർക്കിൽ കൂടി നമുക്ക് സാധിക്കാൻ പറ്റും. The last one is the time management. Okay, focused work for, I mean, a particular time to complete the task and save the timing. So these are the 8, the soft skills we have discussed today. Thank you very much for your patient listening on this soft skill development. The result is improved workplace in relationship, കരിയർ അഡ്വാൻസ്മെന്റ്. പ്രത്യേകിച്ച് പ്രൊഫഷണലി നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽ നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വഭാവ വിശേഷമായിട്ട് തീർച്ചയായിട്ടും മാറും. നമുക്കത് പരിശീലനത്തിൽ കൂടെ നമുക്ക് ബെറ്റർ പൊസിഷൻസ് കിട്ടും, സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. പേഴ്സണലി നമുക്ക് ഇത് വളരെ ഗുണകരമായ ബെറ്റർ റിലേഷൻഷിപ്പും നമുക്ക് തീർച്ചയായിട്ടും ഇത് ഉണ്ടാകുന്നതിൽ തർക്കമില്ല. സോ കോൾ ടു ആക്ഷൻ ഈസ് പേഴ്സണൽ ചലഞ്ച്. ഐഡന്റിഫൈ വൺ സോഫ്റ്റ് സ്കിൽ യു വാണ്ട് ടു ഇംപ്രൂവ് ദിസ് മന്ത്. അറ്റ്ലീസ്റ്റ് ഒരു സോഫ്റ്റ് സ്കില്ലിനെ എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ എവിടാണ് നമ്മുടെ വീക്ക്നെസ്. അറിയാവുന്ന, ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് വേണം എന്ന് കരുതിയാൽ, അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ട്രൈ വിത്ത് 1. അത് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരും. വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്സ്? എൻകറേജ് എൻറോളിംഗ് ഇൻ എ വർക്ക്ഷോപ്പ്, ജോയിനിങ് ഇൻ എ മെന്റർഷിപ്പ് പ്രോഗ്രാം ഓർ സെറ്റിംഗ് അപ്പ് എ റെഗുലർ പ്രാക്ടീസ് സെഷൻ. നമുക്ക് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, വർക്ക്ഷോപ്പുകളുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മളുടെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ് സ്കില്ലിന് ഡെവലപ്മെന്റ് വേണം എന്ന് നമ്മൾ തന്നെ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോ ഫോർ ഓൺലൈൻ കോഴ്സസ്, ഗോ ഫോർ എ വർക്ക്ഷോപ്പ്, ഗോ ഫോർ എ സെമിനാർ and engagement. Shared developments, goals or experience and ask questions for further discussion. എപ്പോഴും അതുകൊണ്ടല്ലോ നമുക്ക് നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞ ഗോളുകളൊക്കെ ഷെയർ ചെയ്യാനും, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഓർ കീപ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. എപ്പോഴും നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും അത് ചോദിക്കുകയും അതിൽ കൂടുതൽ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. സോ ദീസ് ആർ ദി ആക്ഷൻസ് ഓൺ ദ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്. സോ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള ഈ പറയുന്ന ഒരു 8 സോഫ്റ്റ് സ്കിൽ റിപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനും പ്രൊഫഷണൽ ഡെവലപ്മെന്റിനും അത് ഉപകരിക്കുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതേവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഓവർ ടു സാബു സാർ. താങ്ക് യു സാർ. താങ്ക് യു സർ. വളരെ മനോഹരമായ സെഷൻ. നമ്മൾ ഈ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഇപ്പോൾ പറഞ്ഞ ലൈഫ് സ്കിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും അല്ലേ. ആദ്യത്തെ ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റിയാണ്. ടൈം വളരെ മനോഹരമായി അഡാപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓൾറെഡി അതിലും നമ്മൾ കുറച്ച് അഡാപ്റ്റബിലിറ്റി വീണ്ടും ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപക്ഷെ സ്പീക്കർ ഒഴിച്ച് അല്ലെങ്കിൽ മനോജ് സാർ ഒഴിച്ച് ബാക്കി എല്ലാവരും അവരുടേതായ ആക്ടിവിറ്റീസ് അറ്റ് ദ സെയിം ടൈം ചെവിയൊക്കെ എവിടെയും അങ്ങനെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വലിയ അഡാപ്റ്റബിലിറ്റിയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മനസ്സാന്നിധ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ള വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ഫാമിലിയിലേക്ക് ഇരിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വരുന്ന ഒരു പാർട്ട് കമ്മ്യൂണിക്കേഷനാണ്. തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ പാർട്ടുകളും ഇവിടെയുണ്ട്. ഇപ്പം 8 ലൈഫ് സ്കില്ലുകൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കും. പിന്നെ ഇൻഫ്ലുവൻസ്, തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ടീം എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. നമ്മളെല്ലാവരും തന്നെ ഒരു പർട്ടിക്കുലർ ഏജിന് മുകളിലുള്ള ഒരു 50 എബോവ് എന്ന് വിചാരിച്ചു, അവിടെ ഒരു കണ്ടിന്യൂസ് ലേണിങ്ങിനുള്ള ഒരു വലിയ സാധ്യതയാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്.
ഒരുപക്ഷെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ആ ടോപ്പിക്ക് നമുക്കും അതിൻ്റെ അകത്ത് പങ്കെടുക്കണമെന്ന് തോന്നുന്ന വിധത്തിൽ നമുക്കൊരു ആ ലേണിങ്ങിനൊരു ഔട്ട്കം ഉണ്ടായി വരുന്ന രീതിയിലുള്ള അത് ആ ഒരു പാഷനാണ് പലപ്പോഴും നമ്മളിവിടെ പിടിച്ചു നിർത്തുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും ഇവിടുന്ന് ഇങ്ങനെ ആളുകൾ മാറി മാറി പോകും. പിന്നെ സാർ പറഞ്ഞ ക്രിട്ടിക്കൽ തിങ്കിങ് തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനകരമായ ഒരു പാർട്ടാണ്. പലപ്പോഴും പല സബ്ജക്റ്റുകളും എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഉപയോഗിക്കും. ഇപ്പോൾ നമുക്ക് ChatGPT ഒക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ നമ്മളുടേതായ രീതിയിൽ അതിനെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി എടുക്കണം. തീർച്ചയായിട്ടും ക്രിട്ടിക്കലായിട്ട് തന്നെ ലേൺ ചെയ്യണം, അതിനുശേഷം പ്രോസസ് ചെയ്യണം. പിന്നെ വരുന്നത് ടീം വർക്കാണ്, അത് നമ്മൾ പറഞ്ഞു. ദെൻ ഫൈനലി ടൈം മാനേജ്മെന്റ്. അപ്പം ഇത്രയും ലൈഫ് സ്കില്ലിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളൊരു ക്ലാസ്സിലൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് നന്ദി പറയാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കുകയാണ്. മനോജ് സാറിൻ്റെ ലൈഫ് സ്കില്ലിലൂടെ അത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയാൻ ഒരു അവസരം ലഭിച്ചതിന് താങ്ക് യു മനോജ് സാർ, താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് രവി സാറിലേക്ക് പോകാം അല്ലേ? രവി സാർ. മനോജ് സാറിന്റെ ഈ സെഷൻ സംസാർ പറഞ്ഞതുപോലെ വളരെ വളരെയധികം സമഗ്രവും അതുപോലെ തന്നെ വളരെയധികം പ്രാക്ടിക്കലുമാണ്, യൂസ്ഫുള്ളായിരുന്നു. ഇത് നമ്മളെ WHO-യുടെ 10 സോഷ്യൽ സ്കിൽസ് എന്നോ അല്ലെ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്ന നമ്മളൊക്കെ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുമായിട്ട് വളരെയധികം ചേർന്ന് പോകുന്നതാണ്. ഈ പറഞ്ഞ 8 എണ്ണം ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. ഈ 10 WHO മുന്നോട്ട് വെച്ചതായിട്ടുള്ള 10 സോഷ്യൽ സ്കിൽസ് അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് അതിൻ്റെ അകത്തുള്ള 8 എണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ സാറിന് ഇവിടെ കിട്ടിയെന്ന് എനിക്കറിയില്ല. അതിനകത്ത് തുടങ്ങുന്നത് സെൽഫ് അവെയർനെസ്, അതുപോലെ തന്നെ എംപതി, ക്രിയേറ്റിവിറ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്. എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ വളരെ ഭംഗിയായിട്ട് സാറ് ഓരോ സ്കിൽസിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, എക്സാമ്പിൾസോടുകൂടി. അതുപോലെ തന്നെ അത് എങ്ങനെ നമ്മുടെ പ്രയോജനപ്പെടും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം എങ്ങനെ അത് നമ്മുടെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ഗ്രോത്തിനെ സഹായിക്കും. തീർച്ചയായിട്ടും ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വളരെയധികം പ്രയോജനകരമായിരുന്നു മാത്രം പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നു. ബാക്ക് ടു സർവീസ്. ഓക്കെ സാർ, താങ്ക് യു. അല്ലേ സാർ? മനോജ് സർ, സ്പെഷ്യൽ ഗുഡ് ഈവനിങ്. യെസ് സർ. ഇന്ന് വളരെ രസകരമായിട്ടാണ് സാർ ഈ ക്ലാസ് എടുത്തത്. ഇത് പലരും പല പാർട്ടുകളായി പല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരു കപ്പിനകത്ത് നമുക്കൊന്ന് ഇളക്കി കുടിക്കാൻ പറ്റിയ രീതിയിൽ ആ വിഷയങ്ങളെയൊക്കെ ഒന്ന് ഷോർട്ടൺ ചെയ്ത് ഷാർപ്പൻ, അത് കൃത്യമായി സാറ് ചെയ്തു തന്നു. ഒത്തിരി കാര്യങ്ങളൊന്ന് റീതിങ്ക് ചെയ്യാൻ ഞാൻ നിശബ്ദനായിരിക്കുകയായിരുന്നു. ഒന്ന് റീതിങ്ക് ചെയ്യാൻ അതിന് സഹായിച്ചിട്ടുണ്ട്. സാർ ആഴത്തിൽ അത് പഠിച്ചിരിക്കുന്നു. ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ഒരു അബ്രിഡ്ജ്ഡ് ഫോമാണ് നമുക്ക് തന്നത്. ഇത് ഓരോന്നും പറഞ്ഞു പോകുമ്പോൾ ഓരോ ക്ലാസ്സുകളാണ്, ഓരോ പോയിന്റും ഒരു ക്ലാസ്സിലേക്കുള്ള വിഷയമുണ്ടെങ്കിലും അത് നമുക്ക് കാച്ചി കുറുക്കി തരികയാണ് ചെയ്തത്. ഞാനതിൽ ആ ഇമോഷണൽ ഇന്റലിജന്റ് എന്ന ആ പാർട്ടിൽ 1-2 കാര്യം ചെറുതായി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചു. ഈ നമ്മളെപ്പോഴും പറയാറുണ്ട് റെസ്പോണ്ട് ബിഫോർ റിയാക്ട്. നമ്മുടെ പ്രശ്നങ്ങൾ പലപ്പോഴും വരുന്നത് ആദ്യം റിയാക്ഷൻ, അത് വേണ്ടായിരുന്നില്ല, അയ്യോ ഞാനത് ഇത് ശരിയായില്ല എന്നുള്ളൊരു തോന്നല് നമുക്ക് പിന്നീട് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇത് നമ്മുടെ മനസ്സിലേക്കൊന്ന് എടുക്കുക, എന്തോ സംഭവിക്കട്ടെ, നമുക്കതൊന്ന് റെസ്പോണ്ട് ചെയ്യാം. വെറുതെ ഇരിക്കുമ്പോ
നമുക്ക് അതിൻ്റെ വില നഷ്ടപ്പെടുമോ എന്നൊരു സംശയം. ആ ബോണ്ടിന് എന്ത് മറുപടിയാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി ചിലപ്പോൾ ശരിയല്ലേ? മനു സർ കേൾക്കുന്നുണ്ടോ? സർ കേൾക്കുന്നുണ്ട്. Okay, ഇടയ്ക്ക് ഞാൻ സാറിന്റെ മുന്നോട്ട് വോയിസ് ഒരു ഒന്ന് കാര്യം കൂടെ ബ്രേക്ക് പറഞ്ഞ് ഞാൻ ആവുന്നു. കേൾക്കുന്നുണ്ട് അവസാനിപ്പിച്ചു. സർ, കേൾക്കുന്നുണ്ട്. വി ക്യാൻ ഹിയർ യു. പക്ഷെ ഇടയ്ക്കൊന്ന് സാറിന്റെ വോയിസ് ഒന്ന് ഞാനൊന്ന് ബ്രേക്ക് ആവുന്നു. നമ്മുടെ ഓക്കെ സാർ, നമ്മുടെ കുഞ്ഞുമക്കൾ ഡാൻസിങ് പരിപാടി നടന്നുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തു പോയതാ. ഓക്കെ സാർ. രണ്ടാമത്തെ കാര്യം പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. കേൾവിക്കാരനിലേക്ക് അത് എത്തുന്നില്ല അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ. നമ്മൾ കേൾക്കുന്നത് ചെവി കൊണ്ടാവരുത്, ഹൃദയം കൊണ്ടാവണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഹൃദയം കൊണ്ട് കേൾക്കുമ്പോൾ പ്രോബ്ലം സോൾവിങ് എംപത്തറ്റിക് ആയിരിക്കും. ഹൃദയം കൊണ്ട് കേട്ടില്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടി പ്രോബ്ലംസ് നമ്മൾ എടുത്തു വെക്കുകയാണ് ചെയ്യും. ആ വ്യക്തിയുടെ നമ്മളോടുള്ള ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഹൃദയം കൊണ്ടാണ് കേൾക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ പോകും. പുറംപൂച്ചിന് പകരം ആ തോലുകൾ ഒന്ന് തുറന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ എന്തെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി നമ്മളാൽ കഴിയുന്ന പ്രോബ്ലം സോൾവിങ് എംപത്തറ്റിക് ആയിരിക്കും. നമ്മൾ എംപത്തറ്റിക് ആയിരിക്കണം. പറയുന്നത് ഹൃദയത്തിൽ കേൾക്കുക. അത് സാറ് കൃത്യമായിട്ട് പറയുകയുണ്ടായി. ഒന്നുകൂടെ ഉള്ളത് ലേണിംഗ് പ്രോസസ്. പ്രായം നോക്കി പഠിക്കാൻ പോകണ്ട. പഠിക്കേണ്ടത് എൻ്റെ കടമയാണ്. പുതിയതായി ഞാനൊന്ന് പഠിച്ച് എന്നിലേക്ക് അത് കയറ്റിയിട്ട് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ളൊരു മനസ്ഥിതി കൂടി ഉണ്ടായാൽ ലേണിംഗ് പ്രോസസ്സ് ഏതാണ്ട് പൂർത്തിയാവുകയാണ്. പലപ്പോഴും പഠനം നമുക്ക് വേണ്ടിയാവുകയും അത് പുറത്തു വിടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇപ്പൊ മനോജ് സാർ ഈ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പ്രിപ്പറേഷൻ ശരിക്കും നടത്തിയിട്ടുണ്ട്. സാറ് പഠിച്ചു. അത് പഠിച്ച ശേഷം ഞങ്ങൾക്ക് വിളമ്പിത്തരികയാണ് ചെയ്യുന്നത്. സാറിൻ്റെ ബുക്കിൽ അത് പൂട്ടി വെച്ചാൽ യാതൊരു ഗുണവും കിട്ടുകയില്ല. അതുകൊണ്ട് സാറ് പറഞ്ഞ ആ ലേണിംഗ് പ്രോസസ് അത് എന്താ പറയുക, പങ്കുവെക്കല് ഭാഗമായിട്ടുകൂടെ ഞാൻ കാണുകയാണ്. എന്തായാലും ശക്തമായ ഒരു ക്ലാസ്, ശാന്തമായി. എനിക്ക് സാറിൻ്റെ ക്ലാസ് പലപ്പോഴും സ്പീഡിലല്ല സാർ പറയാറ്. ആദ്യം പറഞ്ഞു നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചിട്ട് റീതിങ്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ക്ലാസ് വളരെ നന്നായിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാറിന്റെ കൈൻഡ് വേർഡ്സിന്. സാറ് ഞാൻ പറഞ്ഞ ഈ 8 കാര്യങ്ങൾക്ക് എല്ലാം കൂടെ കാച്ചിക്കുറുക്കി സാറ് അതിന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളുമാണ് സാറും ഞങ്ങൾക്ക് വേണ്ടി പകർന്നു തന്നെ. ഇപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ ആ വ്യൂ പോയിന്റിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം സാർ. അതിനുശേഷം ഈ കാലഘട്ടത്തിൽ ഇപ്പം ജോലി ചെയ്യുന്നവരാണല്ലോ നമ്മളൊക്കെ, പല രീതിയിലാണെങ്കിലും. അപ്പം ഈ കാഴ്ചപ്പാടൊന്നും മാറണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ്ങിനും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെയും ഈ പറഞ്ഞ പോലെ നമ്മൾ മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിനൊക്കെ വേണ്ടിയിട്ട് ഈ ഓർഗനൈസേഷനിൽ പ്രത്യേകിച്ചും കുറച്ച് മാനേജറിയൽ പൊസിഷൻ അല്ലെങ്കിൽ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ അവരൊക്കെ ഈ ഒരു തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തിനൊക്കെ നമ്മൾ തന്നെ സ്വയം പഠിച്ച് ആ ഓർഗനൈസേഷൻ്റെ ഒരു ഗ്രോത്തിനും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് പല രീതിയിലുള്ള പല ഓർഗനൈസേഷനും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ട്രെയിനിങ്ങിന് വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. അതൊരു എംപ്ലോയീസിന് വേണ്ടിയുള്ള ഒരു എംപ്ലോയി റീറ്റെയിൻമെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിനോടൊക്കെ ആണെങ്കിലും പിന്നെ അവർക്കൊക്കെയുള്ള നമ്മളോടുള്ള ഒരു അപ്രോച്ചും അവർ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിനിങ്ങിൽ കൂടി നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുന്ന ആ രീതിയിൽ കൂടെ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഒരുപാട് ഗുണങ്ങൾ അത് എൻ്റെ ജോലിയെ ഈസി ആക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ ഒന്ന് എംപവർ ചെയ്യുന്നുണ്ട്. ഒരു നമ്മുടെ ഡെലിഗേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ ലഹനാൻ സാർ. അപ്പം അങ്ങനെ
ഡെലിഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരും വളരുന്നുണ്ട്, നമ്മുടെ അടിപൊളി. സ്ഥാപനവും വളരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ട്രെയിനിങ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം സാബു സാറിനോട് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ കാരണം ഞാൻ എൻ്റെ ഓർഗനൈസേഷന് വേണ്ടി ഒരു ഇന്റേണൽ ട്രെയിനിങ് നടത്തിയത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടി ഉലഹന്നാൻ സാർ പറഞ്ഞ പോലെ ഞാൻ അതിനെ കുറിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള സാർ കൃത്യമായിട്ട് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എനിക്ക് കിട്ടുകയും എൻ്റെ ഓർഗനൈസേഷന് കിട്ടി, അതിൽ കൂടി അറിഞ്ഞ കാര്യങ്ങൾ സാർ പറഞ്ഞ മാതിരി ഇവിടെ നമ്മൾ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സാർ താങ്ക് യു വെരി മച്ച് ഫോർ സാറിൻ്റെ, സാർ അത് കണ്ടുപിടിച്ചല്ലോ, സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കൂടി അത് പറഞ്ഞത് വളരെ മനോഹരമായിട്ടുണ്ട് സാർ. താങ്ക് യു. സാറിന്റെ ഓർഗനൈസേഷനിലേക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകൾ എടുക്കാനുള്ള പുതിയ ഒരു പ്ലാൻ ബി സാറിന് ഇപ്പൊ തന്നെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. കാരണം ആ ടോപ്പിക്കുകളെല്ലാം ഇവിടെ കൃത്യമായിട്ട് വരുന്നു. അതെ അതെ, അങ്ങനെയും പറയും തീർച്ചയായിട്ടും. യെസ് യെസ് യെസ്. കുമാർ സാർ. മനോജ് സാർ, നല്ല ഒരു ക്ലാസ്സാണ്. ഞാനൊരു 10-16 വർഷങ്ങൾക്ക് മേലെ റിട്ടയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു അധ്യാപനായിരുന്നു. ബികോമിനും MBA എടുക്കുന്ന പുതിയതായിട്ട് അന്ന് എക്കണോമിക്സിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് ഇതൊക്കെ കേട്ടുപോയി. 10-16 വർഷമായപ്പോൾ എല്ലാം മറന്നുപോയെങ്കിൽ തന്നെ പിന്നെ ഞാനിത് കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു കൗൺസിലിംഗ് ഡിപ്ലോമയ്ക്ക് വേണ്ടി പോയപ്പോഴും അന്ന് എനിക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ. അപ്പൊ അതിനകത്ത് പറയുന്ന പോയിന്റുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള മിക്ക പോയിന്റിൽ അന്ന് പഠിച്ചത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ആ ഭാഗം സാറിവിടെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ വളരെ അത് ഓർത്തുപോയി. എന്തായാലും നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ഓരോന്നും സാറ് സമയമെടുത്ത് അത് നമ്മളെ മനസ്സിലാക്കി തരത്തക്ക വിധത്തിൽ സാർ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കേണ്ടതാണ്. സാറ് തന്നെ പറഞ്ഞു നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കുറവുകൾ, നമുക്ക് ഉദാഹരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മ ഉണ്ടെങ്കിൽ അത് നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് അതെങ്ങനെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം, അതിൽ മാറ്റം വരുത്താം, അങ്ങനെ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമോഷണൽ ഇന്റലിജൻസ് സാറിവിടെ പറയുക തന്നെ ഉണ്ടായി. ഇവിടെ പലരും അതിന് ക്ലാസ്സുകൾ പലർത്തും എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് തന്നെ നമ്മുടെ ഈ കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ ഒത്തിരി പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ സാർ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ എടുത്തു പറയുമ്പോൾ അത് നമ്മളെപ്പോലുള്ളവർക്ക് ഒന്ന് ചിന്തിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. ഇത് പ്രത്യേകിച്ച് ഇത് സ്കൂൾ കോളേജ് ലെവലുകളിലും ചില ഫാമിലീസിലും ഒക്കെ ഇതൊന്ന് ഈ അറിവ് കൊടുക്കേണ്ടതാണ്. സാറിനെ പോലെയുള്ളവരുടെ സേവനങ്ങൾ, സാർ ഇപ്പോഴും സർവീസ് ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ അവിടെയും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയതാണ്. ഞാൻ സാധാരണ ഒന്നും എടുത്തു പറയുന്ന സാറിന് ഒരു ആവർത്തന വിരസത ഉണ്ടാകും. സാറ് പറഞ്ഞത് കൂടാതെ യോഹന്നാൻ സാറും പറയുകയുണ്ടായി ലീഡർഷിപ്പ് എബിലിറ്റി, പിന്നെ കമ്മ്യൂണിക്കേറ്റീവ്, അത് പിന്നെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, ഇടപെടുന്ന കാര്യം എല്ലാവരുമായിട്ട്, വർക്ക് എത്തിക്സ്, ടീം വർക്ക്, എടുത്ത് കുറേ സമയം പോകും, ബാക്കിയുള്ളവർക്ക് പറയാനൊക്കെ ഇല്ല. പ്രോബ്ലം സോൾവിങ് അത് നമുക്ക് പഠിച്ചില്ലേ എന്ത് ചെയ്യുന്നു. ദെൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി, കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, ഇതൊക്കെ സാറ് നല്ല വിശദമായിട്ട് പറയുന്നുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഓരോന്നും പറയുന്നത്. ദെൻ മാനേജ്മെന്റ് ഓഫ് സ്ട്രെസ് ആൻഡ് ഇമോഷൻസ്, ഇതൊക്കെ വളരെ സ്ട്രെസ് കൊണ്ട് നമ്മുടെ എത്ര പേര് വിഷമിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ അടുത്തിടയ്ക്കും കണ്ടു പോലീസുകാർ ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യുന്നു, സ്ട്രെസ് കൂടിയിട്ട്. അതെങ്ങനെ അവർക്ക് സോൾവ് ചെയ്യണമെന്ന് അറിയത്തില്ല, അവർക്കുള്ള ഒരു മനോധൈര്യം കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശരിയാകണം, നമ്മൾ മറ്റുള്ളവരുള്ള ബന്ധങ്ങൾ വളരെ നന്നായിരിക്കണം, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻസ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതില്ല, കുടുംബങ്ങളിൽ പോലും ഇല്ല ഇന്ററാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇന്ററാക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പല ഫാമിലികളിലും ഇങ്ങനെ പിരിഞ്ഞു പോകേണ്ട അവസ്ഥകളുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ ഫാമിലി കോർട്ടിലൊക്കെ കേസുകൾ വളരെ വരുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഞാൻ നിർത്തുകയാണ്. സാറിന് നല്ലൊരു ക്ലാസ് ആണ്, എല്ലാം വളരെ സിമ്പിളായിട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിനുവേണ്ടി സാർ കുറച്ച് സമയം എടുക്കണം എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത്രയും അടുക്കോടും ചിട്ടിയോടും അവസാനം എൻ്റെ കൺക്ലൂഷനും ഒക്കെ പറഞ്ഞു വെച്ചു. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ സാബു സാറിന്റെ റോൾ ഇതിനകത്തുണ്ടെന്ന് സാർ നേരത്തെ പറയുകയും ചെയ്തു. പിന്നെ സാറിനോട് ചോദിച്ചു, സാറിന്റെ അഭിപ്രായം കേട്ടു, ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കണം. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഞാൻ വളരെ അനുമോദിക്കുകയാണ്. അതിൽ യോഹന്നാൻ സാറിന് പറയാനുള്ളവർക്ക് വേണ്ടി എല്ലാം പറഞ്ഞോണ്ട് ഞാൻ എൻ്റെ വാക്ക് എത്രയും പെട്ടെന്ന് നടത്തും. താങ്ക് യു. ഓവർ ടു സാബു സാർ. താങ്ക് യു സാർ. ജോർജ് സാർ പറയാറുണ്ടോ? ശൈലജ മാം, സ്നേഹിത മാം, മാത്യു സാർ, സാം സാർ, ജോർജ്.
ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വേണ്ടി ചെയ്യാം. സോ മനോജ്, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. കാരണം ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്കില്ല് തന്നെയാണ്. ലൈഫ് സ്കില്ല് കൊണ്ട് ക്രിയാത്മകത ഉണ്ടാക്കാം. അത് ചെയ്താൽ, അത് പഠിപ്പിച്ചാലും ക്രിയാത്മകമാണ്. കാരണം അനന്തസാഗരമാണ് അല്ലേ. നമ്മൾ ഏതൊരു ബിഹേവിയറോ ഏതൊരു പ്രോസസ്സോ ചെയ്യുമ്പോഴും അതിനകത്ത് ഈ ലൈഫ് സ്കില്ലിനെ മേമ്പടി ചേർത്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഭംഗിയുള്ളതായിട്ട് മാറും. അത് ചേർക്കാൻ അറിയുമ്പോഴാണ് അത് കൂടുതൽ പ്രയോജനകരമായി മാറുന്നത്. അപ്പോൾ അതിന് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ള നമ്മളെ 21st സെഞ്ചുറി ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ തന്നെ പുതിയ ന്യൂ ജനറേഷൻ സ്റ്റുഡൻസിന്റെ ലേണിങ്ങിന് വേണ്ടി പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കരിക്കുലം തന്നെയുണ്ട്. ആ കരിക്കുലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പറയുന്ന ലൈഫ് സ്കില്ലുകളെല്ലാം അത് ഉപയോഗിക്കാൻ അല്ലെ, ഏതൊരു സാഹചര്യത്തെയും ലൈഫ് സ്കിൽ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കം, 2018 വെള്ളപ്പൊക്കത്തെ റീക്രിയേറ്റ് ചെയ്ത് ലൈഫ് സ്കില്ലിലൂടെ അപ്ലൈ ചെയ്യാൻ പറയുന്ന പ്രോഗ്രാംസ് ഉണ്ട്, സെമിനാറുകളുണ്ട്. എന്നുവെച്ചാൽ ടീമായിട്ട് മാറ്റും, ഓരോരുത്തരും ഓരോ ടീം വർക്ക് കൊടുത്തിച്ച് അതിനെ റീക്രിയേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, വെള്ളപ്പൊക്കം ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും അവിടെ റീക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പം അങ്ങനെയുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ പുതിയ കുട്ടികൾക്ക് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒക്കെ ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്കില്ലുകളുടെ കുഴപ്പം തന്നെയാണ്. അപ്പോൾ സ്കില്ലുകളിലൂടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്ത് കറക്റ്റായിട്ടൊരു റിസൾട്ട് കൊടുക്കാൻ സാധിച്ചാൽ അത് വളരെ ഗുണകരമാണ്. അതുപോലെ സാർ എന്തോടെ പറയാനുണ്ട്? എന്തെങ്കിലും ഉണ്ടോ? സാറിന് നെറ്റ്വർക്കിന് എന്തോ പ്രോബ്ലം ആണ് അല്ലേ? സോ ഓക്കെ, മനോജ് സാർ, താങ്ക് യു. സാർ തന്നെ താങ്ക് യു. അപ്പോൾ നമ്മളുടെ ഒക്കെയും ലൈഫിൽ ഈ പറയുന്ന സോഫ്റ്റ് സ്കിൽസ് എന്താണ് അതിൻ്റെതായ രീതിയിൽ നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് നമുക്കത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് ഇപ്പോൾ ഇവിടെ സാറിനെ പ്രാക്ടിക്കലായി ഡെവലപ്പ് ചെയ്യണം അല്ലെ, പ്രാക്ടിക്കലായി ഡെവലപ്പ് ചെയ്യണം. അതിനുള്ള ഇപ്പൊ സാറ് തന്നെ പറഞ്ഞ പലതരത്തിലും അതിനെക്കുറിച്ചുള്ള റിക്രിയേഷൻസ് ഒക്കെ പല ക്രൈസിസ് മാനേജ്മെന്റ് ഒക്കെ ഇതാണല്ലോ, എല്ലാം രണ്ടാമതൊന്നുകൂടെ ക്രിയേറ്റ് ചെയ്ത് ഒരു മോക്ക് ഡ്രില്ല് നടത്തുന്ന മാതിരി അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുമ്പോഴാണ് ഇതൊക്കെയും നമുക്ക് ലൈഫിലും എന്താണ് പ്രൊഫഷണലിയും പേഴ്സണലിയും നമ്മുടെ വീടുകളിലൊക്കെയും ഇതിനൊക്കെയുള്ള പ്രയോജനങ്ങളുണ്ട്. അപ്പം നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഇപ്പം എല്ലാം പഠിക്കാനൊക്കെ ഈസി ആയിട്ടുള്ള കാലഘട്ടമാണല്ലോ. ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ, ഉലഹനാനന്ദ സാറിനെ പോലൊക്കെയുള്ള എന്താണ് മെൻറ്റേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. ഏത് തരത്തിലുള്ള വിഷയങ്ങളും മനുഷ്യനെ സംബന്ധിക്കുന്ന വിഷയങ്ങളൊക്കെ എന്താണ് ഇത്രമാത്രം അഗാധമായി, പ്രത്യേകിച്ചും ഒരു ഡയഗ്നോസിസ് ഒക്കെ ചെയ്യുന്ന ഉലഹനാനന്ദ സാറിനെ പോലെ അടുത്ത് വരുന്ന സാറിൻ്റെ ക്ലയൻസിനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളിലൂടെയൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്കൂടൊക്കെ പ്രയോജനകരമായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നതുകൊണ്ടുള്ള ഗുണമാണ്. സാറ് നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ സബ്ജക്റ്റുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അനിൽകുമാർ സാറ് പറഞ്ഞ മാതിരി ഒന്നും പുതുതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒന്ന് ഓർത്ത് കണക്കി നമുക്ക് ഒരു തോട്ട് പ്രോസസ്സിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും, എന്നെ കേട്ടിരുന്ന പ്ലാറ്റ്ഫോമിൽ ഇത്രയും സമയം ചെലവഴിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി അതൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്. സാബു സാർ. ഓക്കെ, ബൈ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് ഒരു പുതിയ കഥ. സീ യു. ഞാൻ ചോദിച്ച WHO ലൈഫ് സ്കിൽസുമായിട്ട് എന്തെങ്കിലും അതുമായിട്ട് ചേർന്നാണോ പോകുന്നത്? അതായത് ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസ് 10 പറയുന്നത്. അതിനകത്ത് പലതും പറഞ്ഞതേ ഉള്ളൂ. 8 പറഞ്ഞതേ ഉള്ളൂ സാർ. 8 മാത്രം ഞാൻ സെലക്ട് ചെയ്ത് സമയപരിധി. അതെ എല്ലാം അങ്ങനെ. അതെ അപ്പൊ നമ്മുടെ സമയപരിധി. അതെ, പിന്നെ ഇപ്പൊ ഈ കാലഘട്ടത്തിലേക്ക് വേണ്ട ഒരു ഓർഗനൈസേഷനിൽ നമ്മുടെ ഒരു സ്ട്രക്ചറിലൊക്കെ നിന്നുകൊണ്ട് ഞാൻ 8 അങ്ങനെ സെലക്ട് ചെയ്തിരുന്നേ ഉള്ളൂ സാർ. സാർ പറഞ്ഞത് കറക്റ്റാണ്. അതിൻ്റെ നോംസ് ഒക്കെ വെച്ചുള്ള WHO ഒക്കെ അടക്കം ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സിൽ കൂടെ നിന്ന് ഞാൻ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടി ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത്, ഞാൻ ടെക്നിക്കലി ട്രെയിൻ ചെയ്യുന്ന ആളാണ്, പക്ഷേ ഞാൻ അവിടെ വേറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ സോഫ്റ്റ് സ്കില്ല് ഉപയോഗിച്ചു. അപ്പം നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് തോന്നിയ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന 8 കാര്യങ്ങൾ സെലക്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മേലെ ഇപ്പോൾ ഒരു ഡിസ്കഷനോടെ വന്നപ്പോൾ എല്ലാത്തിനും ഒരു ക്ലാരിറ്റിയും വന്നു. സാബു സാറിനും ഉലഹനാനന്ദ സാർ എല്ലാവരും ഞാൻ പറഞ്ഞതിന് മേലെയാണ് എല്ലാവരും പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ
എല്ലാത്തിനും അതിൻ്റെതായ ക്ലാരിറ്റിയും വന്നു സാർ. താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു. നാളെ നമുക്ക് വീണ്ടും ഒരു കഥ കേൾക്കാം. സി യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്.